ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം
ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. വേണമെങ്കിൽ കൊണ്ടുപോകും. അതെ, ആയിട്ടില്ല. നിങ്ങൾക്ക് വേണോ ചോദിക്കാം വീട്ടിലേക്ക്? ഓ ശരി. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം ഭഗവാന്റെ അവതാരാനന്തര കഥകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദശമസ്കന്ധം 4-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിനാറ് ശ്ലോകങ്ങളോ മറ്റോ കണ്ടു അല്ലേ? തുടർന്ന് കാണണം. യോഗമായാദേവി കംസന് പ്രത്യക്ഷമായി കംസനെ ഉപദേശിക്കുന്ന രംഗവും, തുടർന്ന് ഭഗവതിയുടെ കാല് പിടിച്ചതുകൊണ്ട് സത്സംഗം ലഭിച്ച നല്ല ബുദ്ധിയുണ്ടായ കംസന് ദേവകി വസുദേവന്മാരോട് കാരുണ്യം തോന്നുന്നു, സ്വയം കുറ്റബോധം തോന്നുന്നു. അങ്ങനെ അവരെ സ്വതന്ത്രരാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളും ഒക്കെയാണ്. പിന്നീട് ദുസ്സംഗം കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുന്ന കംസനെയും കാണുന്നു ഈ അധ്യായത്തിൽ തന്നെ. അപ്പോ എന്താ പറയുക, നമുക്ക് സത്സംഗം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അറിവുകൾ എല്ലാം ദുസ്സംഗം കൊണ്ട് എത്ര പെട്ടെന്നാണ് നശിച്ചു പോകുന്നത് എന്ന് ലോക സ്വഭാവത്തെ കൂടി ഈ കഥയിലൂടെ കാണിച്ചും തരുന്നു. അതുകൊണ്ട് തന്നെ നാരദ മഹർഷിയൊക്കെ ആവർത്തിച്ച് പറയുന്നത് ദുസ്സംഗ സർവദാ ത്യാജ്യ. നാരദ ഭക്തി സൂത്രത്തില് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്സംഗമാണ് സേവിക്കപ്പെടേണ്ടത്. സത്സംഗം ദുർലഭമാണ്, അമോഘമാണ്. സത്സംഗസ്തു ദുർലഭ അമോഘശ്ച മഹത്കൃപയൈവ ഈശ്വരകൃപാലേശാദ്വ. സത്സംഗം ലഭിക്കുന്നത് ദുർലഭം, അമോഘം എന്ന് വെച്ചാൽ കിട്ടിയാൽ വെറുതെ ആവില്ല, പ്രയോജനം നൽകുന്നതാണ്, ഇമ്മീഡിയറ്റ് പ്രയോജനം നൽകുന്നതാണ് സത്സംഗം. അത് മഹാത്മാക്കളുടെ ഈ ഗുരുക്കന്മാരുടെയൊക്കെ കൃപ കൊണ്ടാണ് നമുക്ക് സത്സംഗം ലഭിക്കുക. ഈശ്വര കൃപാലേശാദ്വ. ഈശ്വര കൃപാലേശം കൊണ്ടാവാം ചിലപ്പോൾ സത്സംഗം കിട്ടുന്നത്. അപ്പൊ എങ്ങനെയോ ദുർലഭമായിട്ടുള്ള സത്സംഗം ലഭിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന അറിവും അനുഗ്രഹവും ദുസ്സംഗം കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ദുസ്സംഗ സർവദാ ത്യാജ്യ എന്ന് നമ്മുടെ ഉള്ളിലൊരു അടിവരയിടണം. അതിനും കൂടിയാണ് ഈ കഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വായിക്കാം. 4ാം അധ്യായം വായിച്ച് 17-ാം ശ്ലോകത്തിന് തുടർന്ന് കാണാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർത്ഥോऽധ്യായഃ. ശ്രീശുക ഉവാച. ബഹിരന്തഃ പുരദ്വാരഃ സർവാः പൂർവവദാവൃതാः തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാः സമുത്ഥിതാः. തേ തു തൂർണമുപവ്രജ്യ ദേവക്യാ ഗർഭജന്മ തത് ആചക്യുർഭോജരാജായ യദുദ്വിഗ്നഃ പ്രതീക്ഷത്തെ. സതൽപാദ് തൂർണമുത്ഥായ കാലോയം ഇതി വിഹ്വലഃ സൂതീഗൃഹമകാത്തൂർണം പ്രസ്ഖലൻ മുക്തമൂർധജഃ. തമാഹ ഭ്രാതരം ദേവി കൃപണാ കരുണം സതി സ്നുഷേയം തവ കല്യാണ സ്ത്രിയം മാ ഹന്തുമർഹസി. ബഹവോ ഹിംസിതാ ഭ്രാതഃ ശിശവഃ പാവകോപമാഃ ത്വയാ ദൈവ നിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. മന്മഹം തേ ഹ്യപരജാദീനാ ഹതസുതാ പ്രഭോ ദാതുമർഹസി മന്ദായാഃ അംഗേ മാം ചരമാം പ്രജാം. ശ്രീശുക ഉവാച. ഉപഗുഹ്യാത്മജാം ഏവം രുദത്യാദീനദീനവത് യാജിതസ്താം വിനിർഭൽസ്യ ഹസ്താദാജിച്ഛിതേ ഖലഃ. താം ഗൃഹീത്വാ ചരണയോഃ ജാതമാത്രാം സ്വസുസുതാം അപോദയത് ശിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദഃ. സാ തദ്ഹസ്താത് സമുൽപത്യ സദ്യോ ദേവ്യംബരം ഗതാ അദൃശ്യതാനുജാ വിഷ്ണോഃ സായുധാഷ്ടമഹാഭുജാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമഹാദേവ്യൈ നമഃ. ദിവ്യസ്രകംബരാലേപരത്നാഭരണഭൂഷിതാ ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധരാ. സിദ്ധചാരണഗന്ധർവൈരപ്സര കിന്നരോരകൈഃ ഉപാഹൃതോരുബലിഭിഃ സ്തൂയമാനേതമബ്രവീത്. കിം മയാ ഹതയാ മന്ദ ജാതഃ ഖലു തവാന്തകൃത് യത്ര ക്വ വാ പൂർവശത്രുഃ മാഹിംസീഃ കൃപണാൻ വൃഥാ. ഇതി പ്രഭാഷ്യതം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമ നികേതേഷു ബഹുനാമാ ബഭൂവഃ. തയാ വിഹിതമാകർണ്യ കംസഃ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ ബ്രവീത്. അഹോ ഭഗിന്യഹോ ഭാമ മയാ വാം വദ പത്മന പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാ സുതാഃ. സത്വഹം ത്യക്തകാരുണ്യഃ ത്യക്തജ്ഞാതിസുഹൃദ്ഗലഃ കാൻ ലോകാൻ വൈ ഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ. ദൈവമപ്യമൃതം വക്തി ന മർത്യായേവ കേവലം യദ്വിസ്രംഭാദഹം പാപഃ സ്വസുർനിഹതവാൻ ശിശൂൻ. മാ ശോചതം മഹാഭാഗൗ ആത്മജാൻ സ്വകൃതം ഭുജഃ ജന്തവോ ന സദൈകത്ര ദൈവാധീനാസ്തദാസത്തെ. ഭുവി ഭൗമാനി ഭൂതാനി യദാ യാന്ത്യപയാന്തി ച നായമാത്മാ തഥൈതേഷു വിപര്യേതി യദൈവ ഭൂഃ. യദാനേവം വിദോ ഭേദോ യത ആത്മവിപര്യയഃ ദേഹയോഗ വിയോഗൗ ച സംസൃതിർ ന നിവർത്തത്തെ. തസ്മാത് ഭദ്രേ സ്വതനയാന്മയാ വ്യാപാദിതാനപി മാനുഷോജ യതഃ സർവഃ സ്വകൃതം വിന്ദതേ അവശഃ. യാവത് ഹതോസ്മി ഹന്താസ്മീത്യാത്മാനം മന്യതേ അസ്വദൃക് താവത്തദഭിമാന്യജ്ഞോ ബാധ്യബാധകതാമി യാത്. ക്ഷമദ്വം മമ ദൗരാത്മ്യം സാധവോ ദീനവത്സലാഃ ഇത്യുക്ത്വാ ശ്രുമുഖഃ പാദൗ സ്യാലസ്വസ്രോരഥാഗ്രഹീത. മോചയാമാസ നികടാത് വിസ്രബ്ധഃ കന്യകാഗിര ദേവകീം വസുദേവം ച ദർശയൻ ആത്മസൗഹൃദം.
ഭ്രാതുസ്സമനുതപ്തസ്യ ക്ഷാന്ത്വാ രോഷം ച ദേവകീ വ്യസൃജത് വസുദേവശ്ച പ്രഹസ്യ തമുവാചഃ ഏവമേതന്മഹാഭാഗ യഥാ വദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹം ധീഹി സ്വപരേതി വിദായതഃ ശോകഹർഷഭയദ്വേഷലോഭമോഹമദാന്വിതാഃ മിതോഗ്നന്ദം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശഃ. ശ്രീശുക ഉവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതോ വിശദ്ഗൃഹം. തസ്യാം രാത്ര്യാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണഃ തേഭ്യ ആചഷ്ടതൽ സർവം യദുക്തം യോഗനിദ്രയാം. ആകർണ്യഭർത്തുർഗതിദം തം ഊചുർദേവശത്രവഃ ദേവാൻ പ്രതികൃതാമർഷാഃ ദൈതേയാ നാതികോവിദാഃ. ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാൻ നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈശിശൂൻ. കിമുദ്യമൈ കരിഷ്യന്തി ദേവാ സമരഭീരവഃ നിത്യമുദ്വിഗ്നമനസോ ജ്യാഘോഷൈർധനുഷസ്തവ. അസ്യ തസ്തേ ശരവ്രാതൈഃ ഹന്യമാനാഃ സമന്തതഃ ജിജീവിഷവ ഉത്സൃജ്യ പലായനപരായയുഃ. കേചിത് പ്രാഞ്ചലയോ ദീനാ ന്യസ്തശസ്ത്രാദിവൗകസഃ മുക്തകച്ഛശിഖാ കേചിത് ഭീതാസ്മൈ ദിവാദിനഃ. ന ത്വം വിസ്മൃതശസ്ത്രാസ്ത്രാൻ വിരധാൻ ഭയസംവൃതാൻ ഹംസ്യന്യാസക്തവിമുഖാൻ ഭഗ്നചാപാൻ അയുധ്യതഃ. കിം ക്ഷേമശൂരൈർവിബുധൈഃ അസംയുഗവികത്തനൈഃ രഹോജുഷാ കിം ഹരിണാ ശംഭുനാ വാ വനൗകസാം. കിമിന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണാ വാ തപസ്യത തഥാപി ദേവാ സാ പത്ന്യാത് നോപേക്ഷ്യാ ഇതി മന്മഹേ. തതസ്തന്മൂലഖനനേ നിയുങ്ഷ്വാസ്മാനനുവ്രതാൻ യഥാ മയോംഗേ സമുപേക്ഷിതോ നൃഭിർ ന ശക്യതേ രൂഢപദശ്ചികിത്സിതും യതേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തഥാ റിപുർമഹാൻ ബദ്ധബലോ ന ചാല്യതേ. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മഃ സനാതനഃ തസ്യ ച ബ്രഹ്മഗോ വിപ്രാ തപോയജ്ഞാ സദക്ഷിണാഃ. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്വിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോ ഹവിർദുഗാഃ. വിപ്രാഗാവശ്ച വേദാശ്ച തപസ്സത്യം ദമഃശമഃ ശ്രദ്ധാ ദയാ തിതിക്ഷാ ച ക്രതവശ്ച ഹരേസ്തനൂഃ. സ ഹി സർവസുരാധ്യക്ഷോ ഹി അസുരദ്വിഗ്ഗുഹാശയഃ യൻ തന്മൂലാ ദേവതാ സർവാഃ സേശ്വരാ സ ചതുർമുഖാഃ. അയം വൈ തദ്വദോപായോ യദൃഷീണാം വിഹിംസനം. ശ്രീശുക ഉവാച ഏവം ദുർമന്ത്രിഭിഃ കംസഃ സഹ സമ്മന്ത്ര്യ ദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതം മേനെ കാലപാശാവൃതോऽസുരഃ. സന്ദിശ്യ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു ദാനവാൻ ഗൃഹമാവിശത്. തേ വൈരജഃ പ്രകൃതയഃ തമസാ മൂഢചേതസഃ സദാം വിദ്വേഷമാചേരുഃ. ആരാദാഗതമൃത്യവഃ ആയുശ്രിയം യശോധർമ്മം ലോകാനാശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർത്ഥോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം.
ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധം 4-ാം അധ്യായം. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവർ ഭഗവാനെ യശോദാഗൃഹത്തിലാക്കിയിട്ട് തിരിച്ച് യശോദയുടെ പെൺകുട്ടിയെയും എടുത്തുകൊണ്ട് പോന്നു എന്നും കാരാഗൃഹത്തിലെ ചങ്ങലകളും വാതിലുകളും പൂട്ടുകളും എല്ലാം പഴയ പടിക്ക് തന്നെ ആവൃതമായി സ്ഥിതി ചെയ്തു. അതിനുശേഷം കുട്ടി കരഞ്ഞു. ആ കരഞ്ഞ ശബ്ദം കേട്ട് ഭടന്മാർ ചാടി എഴുന്നേറ്റു. ഗൃഹപാലന്മാർ നായ്ക്കൾ ചാടി എഴുന്നേൽക്കും പോലെ കംസന്റെ ഭൃത്യന്മാരായ അടിമകളായിട്ടുള്ള അസുരന്മാർ ചാടി എഴുന്നേറ്റു. ആ കുട്ടിയാണോ പെണ്ണോ എന്ന് പോലും നോക്കാതെ ഓടിച്ചെന്ന് കംസനെ വിവരമറിയിച്ചു. കംസൻ അതും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ കാലൻ അതാ ജനിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് ആ ഉറക്കം ഇല്ലാത്ത അദ്ദേഹം ചാടി എഴുന്നേറ്റ് മഞ്ചത്തിൽ നിന്ന് ഓടി കാരാഗൃഹത്തിലേക്ക് വരുന്ന വഴി പലയിടത്തും തടഞ്ഞു വീണും തലമുടി അഴിഞ്ഞും അപശകുനമായിട്ടാണ് വന്നു ചേർന്നത്. കാലനെ പോലെ വരുന്ന സഹോദരനെ കണ്ട് ഭയചകിതയായ ദേവകീദേവി ആ കൊച്ചു കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ രക്ഷിക്കാനായിട്ട് ദീനദീനമായിട്ട് അപേക്ഷിച്ചു. ഇത് അങ്ങയുടെ മകന്റെ ഭാര്യയാവാനുള്ളവളാണ്. സ്നുഷേയം തവ കല്യാണ, സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണെന്ന് അങ്ങ് ശങ്കിച്ചു വന്നതാണല്ലോ. ആ ശങ്ക മാറ്റിക്കളയൂ. ആൺകുട്ടിയല്ലേ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളത് അശരീരി, ഇതിപ്പോ പെൺകുട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് അശരീരിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ആകാശവാണി തെറ്റിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസിക്കേണ്ടതില്ല. അതിനെ വിശ്വസിച്ചിട്ടാണല്ലോ അങ്ങ് ഈ കൊലപാതകമെല്ലാം ചെയ്തത്. അങ്ങ് ഒരുപാട് കുട്ടികളെ കൊന്നു. എന്റെ അഗ്നി പോലെ തേജസ്വികളായിട്ടുള്ള കുട്ടികളെ എല്ലാം ദൈവനിശ്ചയമെന്ന് കരുതാം. അങ്ങയെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതിപ്പോ ഒറ്റ പുത്രിക മാത്രം, ഒരു അരുമക്കുട്ടി എനിക്ക് കിട്ടിയതാണ്, പെൺകുട്ടി. ഇതിനെയെങ്കിലും എനിക്ക് നൽകൂ. ഞാൻ നിന്റെ അനുജത്തിയല്ലേ. ദീനയായിട്ട് എത്ര കുട്ടികൾ കൊല്ലപ്പെട്ടവളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക്, പൂജ്യനായ അങ്ങ്, ഈ മന്ദഭാഗ്യയായിട്ട് എനിക്ക് ഈ ഒരു അവസാനത്തെ കുട്ടിയെങ്കിലും തരേണ്ടതാണ്. ഇങ്ങനെ കെഞ്ചി കെഞ്ചി അപേക്ഷിച്ചു. കരുണ കേൾക്കുന്ന കല്ലുപോലും അലിഞ്ഞു പോകുന്ന പോലെയുള്ള ആ അപേക്ഷ. ഇതെല്ലാം കേട്ടിട്ടും ക്രൂരനായിട്ടുള്ള കംസന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവളെ നിന്ദിച്ച് വിനിർഭത്സിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ആചിച്ഛിതേ കലഹ, ഛേദിച്ചെടുക്കും പോലെ പറിച്ചെടുത്തു. ആ കുട്ടിയുടെ 2 കാലിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ജനിച്ച കുട്ടി അപ്പ ജനിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള തന്റെ സഹോദരി പുത്രിയെ ശിലാപൃഷ്ഠേ അബോധയത്, പാറപ്പുറത്തേക്ക് ആഞ്ഞടിച്ചു. സ്വാർത്ഥോന്മൂലിത സൗഹൃദ, തന്റെ സ്വാർത്ഥത കൊണ്ട്, തന്റെ ദേഹത്തിൽ നിന്നുള്ള അധിക പ്രീതി ആസക്തി കൊണ്ട് എല്ലാ ബന്ധങ്ങളെയും ഉന്മൂലനം ചെയ്ത ദുഷ്ടൻ. അങ്ങനെ ചെയ്തപ്പോൾ ആ ദേവി ആവട്ടെ, യോഗമായ ദേവിയാണ്, അവന്റെ കയ്യിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങി. സാ തദ് ഹസ്താത് സമുൽപത്യ സദ്യോ ദേവി അംബരംഗത അദൃശ്യത അനുജ വിഷ്ണോഹോ സായുധാഷ്ട മഹാഭുജ. 8 കൈകളോടുകൂടി, 8 കൈകളിലും ആയുധങ്ങളോടുകൂടി ആ വിഷ്ണുവിന്റെ അനുജത്തി നാരായണീ ദേവി അവിടെ ആകാശത്ത് ദർശനം കൊടുത്തു. ആ ദേവി ദിവ്യങ്ങളായ മാലകളും വസ്ത്രങ്ങളും ലേപനങ്ങളും രത്നാഭരണങ്ങളും കൊണ്ട് അലങ്കൃതയാണ്. 8 കയ്യില് വില്ല്, ശൂലം, അമ്പ്, പരിച, വാള്, ശംഖം, ചക്രം, ഗദ മുതലായ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. സിദ്ധചാരണ ഗന്ധർവന്മാരാൽ, അപ്സരസ്സുകളാൽ, കിന്നരന്മാരാൽ എല്ലാം ബലികൾ കൊണ്ടുവന്ന് ദേവിയെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ദേവി എല്ലാവരാലും പൂജിക്കപ്പെട്ട് ബഹുമാനിതയായി നിൽക്കുന്ന ആ അത്ഭുത രൂപയായ ദേവി കംസനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഹേ മൂഢബുദ്ധേ, അല്പം പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവനെ, മയാ ഹതയാക്കിം, ഞാൻ കൊല്ലപ്പെട്ടിട്ട് നിനക്ക് എന്ത് കാര്യം? ഞാൻ നിന്റെ ശത്രുവല്ലല്ലോ, ഞാൻ നിന്നെ കൊല്ലാൻ ജനിച്ചവളല്ലല്ലോ. ഇത് നിനക്ക് അറിയാവുന്നതല്ലേ. അത് അറിഞ്ഞിട്ടും ചിന്തിക്കാത്തവനാണ് മന്ദൻ. 8ാമത്തെ പുത്രൻ കൊല്ലുമെന്നാണ് അശരീരി പറഞ്ഞത്. ഞാൻ പുത്രിയല്ലേ, അപ്പൊ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? നിന്റെ അന്ധകൃത്ത്, നിന്റെ അന്ധകൻ
എവിടെയോ ജനിച്ചിട്ടുണ്ട്. എത്രക്വവാ ജാതഃ പൂർവശത്രു, നിന്റെ പൂർവശത്രുവാണവൻ. അതുകൊണ്ട് വൈരാഗ്യം അദ്ദേഹത്തിന് ഒട്ടും കുറവില്ല. നിന്നെ കൊന്നിട്ടേ അടങ്ങുള്ളൂ, അതുറപ്പാണ്. മാ ഹിംസി കൃപണാൻ കൃത, അതുകൊണ്ട് അതിൽ യാതൊരു ബാധ്യതയില്ലാത്ത ദീനന്മാരായിട്ടുള്ള പാവങ്ങളെ നീ ഉപദ്രവിക്കാതിരിക്കൂ. ഇങ്ങനെ ആ ദേവി നല്ലൊരു ഉപദേശം കൊടുത്തു. തയാ അഭിഹിതമാകർ ഇതി പ്രഭാഷ്യതം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമ നികേതേഷു ബഹുനാമാ ബഭൂവഃ. ആ കംസനോട് ഇങ്ങനെ പറഞ്ഞ് ആ ഭഗവതി ഐശ്വര്യ പരിപൂർണയായ ദേവി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ബഹുനാമനികേതേഷു പല പ്രകാരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ, പല വിശേഷധാമങ്ങളിൽ ബഹുനാമയായി ദുർഗ, ഭഗവതി, കാർത്യായനി, ഈശാനി, നാരായണി, അംബിക, ചണ്ഡിക എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെട്ടുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ആരാധ്യയായി ഭവിച്ചു. അങ്ങനെ ആ ദേവിയുടെ കാല് പിടിച്ചപ്പോൾ അല്പനേരത്തേക്കെങ്കിലും സദ്ഗുണങ്ങൾ അല്ലെങ്കിൽ സത്വഗുണം വർദ്ധിച്ചവനായിട്ടുള്ള കംസൻ ഈ ദേവി പറഞ്ഞത് കേട്ട് പരമവിസ്മിതനായി ആശ്ചര്യപ്പെട്ടു. ഇതെല്ലാം കണ്ടിട്ടും വിസ്മിതനാണ്. തന്റെ സഹോദരി പുത്രിയെ താൻ കൊച്ചുകുട്ടിയായി പ്രാകൃത ശിശുവായി കരുതി കാലിൽ പിടിച്ച് പാറപ്പുറത്ത് അടിച്ചതാണ്. ആ കുട്ടിയല്ല എന്ന് മനസ്സിലായി. അത് ആകാശത്തേക്ക് പൊങ്ങി 8 കൈകളോടുകൂടെ ദിവ്യമായ അതിമനോഹരമായ അത്ഭുത രൂപം ധരിച്ചു നിന്നു. ദേവന്മാരും മറ്റുമൊക്കെ അവളെ സ്തുതിക്കുന്നതും പൂജിക്കുന്നതും കണ്ടു. മാത്രമല്ല അവളുടെ വായിൽ നിന്ന് വന്ന വാക്കുകളും കേട്ടു. അത് കേട്ട് പരമവിസ്മിത കംസഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ ബ്രവീത്. ദേവകി വസുദേവന്മാരെ ആ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ച് അവരുടെ കാലിലെ ചങ്ങലകളൊക്കെ അഴിച്ച് അവരോട് വിനയത്തോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. അഹോ ഭഗിനി, അഹോ ഭാമ, അല്ലയോ സഹോദരി ഭർത്താവേ, പാപുമനാമയ, പാപിയായ മഹാപാപിയായ എന്നാൽ ബഹവഃ വാം സുതാഹ ഹിംസിതാഹ, നിങ്ങളുടെ ഒരുപാട് പുത്രന്മാരെ എന്നാൽ കൊല്ലപ്പെട്ടു. ഏതുപോലെ പുരുഷാദ ഇവാപത്യം, രാക്ഷസന്മാര് പണ്ട് സ്വന്തം കുട്ടികളെ തിന്നുമായിരുന്നു എന്നല്ല കഥ പറഞ്ഞു. അപ്പൊ അതുപോലെ പ്രസവിച്ച ആ സ്വന്തം കുട്ടികളെ തിന്നുന്ന രാക്ഷസന്മാരെ പോലെ ഞാൻ എന്റെ തന്നെ സ്വന്തം കുട്ടികളായിരിക്കുന്ന, എന്റെ മരുമക്കളായിരിക്കുന്ന എന്റെ സഹോദരി പുത്രന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു. ഇപ്പതാ 7ാമത്തതിനെയും കൊല്ലാൻ ശ്രമിച്ചതാണ്, പെൺകുട്ടിയായിട്ടും അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് പേരെ ഞാൻ ഉപദ്രവിച്ചു. അങ്ങനെയുള്ള ഞാൻ കരുണയില്ലാത്തവനും ബന്ധുക്കളോടൊന്നും ഒരു തരത്തിലുള്ളതായിട്ടുള്ള സൗഹൃദവുമില്ലാത്തവനും ദുഷ്ടനുമാകുന്നു. അങ്ങനെയുള്ള ഞാൻ ബ്രഹ്മഹത്യാപാപം ചെയ്തവനെ പോലെ എന്റെ മരണാനന്തരം ഏത് ലോകങ്ങളെയാണ് പ്രാപിക്കുക, ഏതേത് നരകങ്ങളിൽ പോയി എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നിങ്ങനെ സ്വയം തന്റെ പാപത്തെക്കുറിച്ച് ഒരു ഞെട്ടലോടെ ഓർക്കുകയാണ്, പശ്ചാത്താപ വിവശനാവുകയാണ്. ആ കംസന് കിട്ടിയ ഒരു പ്രഹരമാണ് ആ ദേവി കയ്യിൽ നിന്ന് ചാടിപ്പോയത്. ആ ദേവി ദർശനം കൊടുത്തത് കംസന്റെ ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു. ഇത്രയും കാലം മൂഢനായിരുന്ന ഭയം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് ഒക്കെ ചിന്തിക്കാൻ കഴിവേ നഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ആ വിദ്യാസ്വരൂപിണിയായ ദേവിയുടെ സ്പർശം കൊണ്ട്, ദേവിയുടെ പാദങ്ങളെ സ്പർശിച്ചപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും ആ വിദ്യ പ്രകാശിച്ചു. കുറച്ചു നേരത്തേക്കെങ്കിലും ബോധവും വെളിവും ഒക്കെ ഉണ്ടായി. അങ്ങനെ തന്റെ തെറ്റുകളെക്കുറിച്ച് അദ്ദേഹം ബോധവാനാകുന്നു. താൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു. തന്റെ സഹോദരിയോടും സഹോദരി ഭർത്താവിനോടും ക്ഷമാപണം ചെയ്യുന്നു. അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഇതൊക്കെയാണ് ഇനി കൂടുതൽ വർണ്ണിക്കുന്നത്. നമുക്ക് കാണാം. 17ാം ശ്ലോകം മുതൽക്കാണ് നമുക്ക് കാണേണ്ടത്. ദൈവമപ്യനൃതം ഭക്തി നമർത്യായേവ കേവലം യദ്വിസ്രംബാദഹം പാപഃ സ്വസുർ നിഹതവാൻ ശിശൂൻ. ദൈവമപ്യനൃതം ഭക്തി നമർത്യായേവ കേവലം യദ്വിസ്രംബാദഹം പാപഃ സ്വസുർ നിഹതവാൻ ശിശൂൻ. അദ്ദേഹം ആശ്ചര്യത്തോടെ പറയണം, ദൈവമപി അനൃതം ഭക്തി നമർത്യാഹ ഏവ കേവലം.
ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവന്മാര് ദൈവങ്ങളെ ഒന്നും നുണ പറയില്ല എന്ന്. അത് വിശ്വസിച്ചിരിക്കുകയാണ്. മർത്യന്മാര് നുണ പറയും. മനുഷ്യന്മാരുടെ സ്വഭാവമാണ് ഈ കളവ് പറയുക എന്നുള്ളത്. സത്യം പറയുന്നവർ വളരെ ദുർലഭമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മർത്യാഹ അനൃതം ഭക്തി ഇതി സാമാന്യമേവ. അതിനിപ്പോ പ്രത്യേകിച്ചൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ മർത്യായേവ കേവലം അനൃതം ഭക്തി, മനുഷ്യന്മാർ മാത്രമല്ല നുണ പറയുന്നത്, ദൈവമപി അനൃതം ഭക്തി. ഇപ്പൊ ദൈവവാക്കാണ്, അശരീരിയാണ് താൻ കേട്ടത് അല്ലേ? ആ ദൈവം പോലും, ദേവന്മാർ പോലും അനൃതത്തെ പറഞ്ഞിരിക്കുന്നു, അസത്യം പറഞ്ഞിരിക്കുന്നു. യത് വിസ്രംഭാത്, അതിനെ വിശ്വസിച്ചുകൊണ്ട്. വിസ്രംഭം എന്നാൽ വിശ്വാസം. അപ്പൊ യാതൊന്നിനെ വിശ്വസിച്ചതുകൊണ്ട് അഹം പാപഃ, ഈ ദുഷ്ടനായിട്ടുള്ള ഞാൻ മഹാപാപി, എന്റെ സ്വഭാവം പാപി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും. സ്വസുഹു നിഹതവാൻ ശിശൂൻ, സ്വസുഹു സ്വസാവിന്റെ, എന്റെ സഹോദരിയുടെ, ശിശൂൻ നിഹതവാൻ, 6 കുട്ടികളെ കൊല്ലുകയും 7ാമത്തവളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ഒന്ന് പിന്നെ എന്നെ പേടിച്ചു തന്നെ അലസിയും പോയി. അപ്പൊ 8ന്റെയും ഉത്തരവാദിത്വം എന്നിൽ തന്നെയാണ്. എന്റെ ദുഷ്ടത കൊണ്ടാണ്, എന്റെ പാപകർമ്മങ്ങൾ കൊണ്ടാണ് സഹോദരിക്ക് ഇപ്പൊ സന്തതികളില്ലാതെയായത്. അങ്ങനെ എന്റെ സഹോദരിയെ ഒരു വന്ധ്യയ്ക്ക് സമാനം, അതിനേക്കാൾ കഷ്ടമാണ്. വന്ധ്യയ്ക്ക് പ്രസവിച്ചില്ല എന്നുള്ള ദുഃഖമേ ഉള്ളൂ. ഇവിടെ പ്രസവിച്ചിട്ട് 8 പ്രസവിച്ചിട്ട് ഒന്നിനെ പോലും അനുഭവിക്കാനില്ലല്ലോ എന്നുള്ള വലിയ ദുഃഖം ഞാൻ ഉണ്ടാക്കി. എന്റെ പാപ സ്വഭാവമാണത്, എന്റെ ക്രൂരതയാണ്, ഞാൻ ദുഷ്ടനാണ്, സമ്മതിക്കണം അവിടെ. പാപഹ യത് വിസ്രംഭാത്, ഈ ദൈവവാക്കുകളെ വിശ്വസിച്ചുല്ലോ ഞാൻ. വേറെ വല്ല വിവേകമുള്ളവരാണെങ്കിൽ അതിനെ പരീക്ഷിച്ച് നോക്കുമായിരുന്നു, കാത്തിരിക്കുമായിരുന്നു. ഇവിടെ ഞാൻ ഒരു ക്ഷമയുമില്ലാതെ അതിനെ തന്നെ അന്ധമായി വിശ്വസിച്ച് എന്റെ സഹോദരിയുടെ എത്ര കുട്ടികളെ കൊന്നുകളഞ്ഞു. അപ്പൊ ഈ അശരീരി നുണ പറയുന്ന ആരെങ്കിലും വിചാരിച്ചോ എന്ന് പറയുന്നതിലൂടെ ഇതിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല ദൈവങ്ങൾക്കും ഉണ്ട്. അവരെന്നെ പറ്റിച്ചതാണ്, ദൈവത്താൽ വഞ്ചിക്കപ്പെട്ടു ഞാൻ എന്ന് ചെറുതായിട്ടൊന്ന് തന്റെ പാപത്തെ പറഞ്ഞുവെങ്കിലും പറഞ്ഞുവെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ദൈവങ്ങളുടെ നേരെ ചാർത്തിയും കൊടുക്കുന്നു. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ആരുടെയെങ്കിലും മേലെ നമ്മുടെ തെറ്റുകളെ ചാർത്തി കൊടുക്കാൻ ചാൻസ് ഉണ്ടോ നോക്കും. ഏതെങ്കിലും ആൾക്കാർ ആ വഴിക്ക് വന്നിട്ടുണ്ടോ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ? അവരതിലൊന്നും ഭാഗമായിട്ടില്ലെങ്കിൽ കൂടി അവരുടെ തലയിലും അതിനെ ചാർത്തി കൊടുക്കും. ഇവിടെ ഇപ്പൊ ദൈവത്തിനിരിക്കട്ടെ, വാസ്തവത്തിൽ ദൈവം അനൃതമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പൊട്ടനറിയില്ല. ദേവകിക്കും വസുദേവർക്കും അറിയാം ദൈവം അനൃതമൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇദ്ദേഹം മന്ദൻ തന്നെയാണ്. എന്തായാലും പാപി ആയിട്ടുള്ള ഞാൻ എന്റെ അനുജത്തിയുടെ എത്രയോ കുട്ടികളെ കൊന്നുകളഞ്ഞു ദുഷ്ടൻ എന്ന് സ്വയം പറയുന്നു. പിന്നെ കുറച്ച് ഉപദേശം കൊടുക്കുകയാണ്. മാ ശോചതം മഹാഭാഗൗ ആത്മജാൻ സുകൃതം ഭുജഃ ജന്തവോ ന സദൈകത്ര ദൈവാധീനാ സദാ സതേ. മാ ശോചതം മഹാഭാഗൗ ആത്മജാൻ സുകൃതം ഭുജഃ ജന്തവോ ന സദൈകത്ര ദൈവാധീനാ സദാ സതേ. യുവാം മാ ശോചതം. ഇവിടെ മാ ശോചതം എന്നുള്ളത് ദ്വിവചനമാണ്. യുവാം, നിങ്ങൾ രണ്ടുപേരും എന്നർത്ഥത്തിലാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാ ശോചതം, ദുഃഖിക്കരുത്, ദുഃഖം വേണ്ട. നിങ്ങൾ മഹാഭാഗന്മാരാണ്, പുണ്യാത്മാക്കളാണ്. മഹാഭാഗൗ എന്ന് രണ്ടുപേരെയും സൂചിപ്പിച്ചതാണ്. മഹാഭാഗൗ പ്ലസ് ആത്മജാൻ. അപ്പോ മഹാഭാഗന്മാരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും ദുഃഖിക്കരുത്. ആത്മജാൻ സുകൃതം ഭുജഃ, ആരെക്കുറിച്ച് ദുഃഖിക്കരുത്? ആത്മജാൻ പ്രതി, നിങ്ങളുടെ മക്കളെ കുറിച്ച് ദുഃഖിക്കരുത്. എന്താ കാരണം? അവരെങ്ങനെയുള്ളവരാണ്? സ്വകൃതം ഭുജഃ, ഓരോരുത്തരും അവരവരുടെ കൃതത്തെ ഭുജിക്കുന്നവരാണ്. സ്വസ്യ കൃതം ഭുങ്ക്തേ ഇതി സ്വകൃതം ഭുജഃ. എല്ലാവരും അവരവരുടെ കർമ്മങ്ങളെ അനുഭവിക്കുന്നവരാണ്. അവരവരുടെ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ഓരോ ദുഃഖങ്ങൾ വന്നു ചേരുന്നത്. നമ്മുടെ ജനന മരണങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എല്ലാം നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മത്തെ അവരനുഭവിച്ചു, അവരുടെ വിധിയാണത്. അത് മാറ്റാൻ ആർക്കും ആവില്ല.
നിങ്ങൾ മഹാഭാഗന്മാരല്ലേ, പുണ്യാത്മാക്കളല്ലേ, അറിയാലോ ഈ വക കാര്യങ്ങളൊക്കെ അല്ലേ, ചിന്തിക്കാൻ കഴിവുള്ളവരാണല്ലോ, പുണ്യാത്മാക്കളായതുകൊണ്ട് ഇതെല്ലാം അറിയാം. സനാതന ധർമ്മത്തിലെ നിയമങ്ങളാണ് ഇതെല്ലാം. എന്ത് ദുഃഖം വന്നാലും അത് അവനവന്റെ കർമ്മഫലമാണെന്ന് അറിഞ്ഞ് സമാധാനിക്കുകയാണ് വേണ്ടത്. യദ്യത് കർമ്മ കരോമി യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. ഇങ്ങനെ പ്രാർത്ഥിക്കാറാവണം. യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. ഹേ ഭഗവൻ, യദ്യത് ഭവ്യം ഭവതു, ഭവിക്കാനുള്ളതൊക്കെ ഭവിക്കട്ടെ. ഏതുപോലെ? പൂർവകർമ്മ അനുരൂപം. എന്റെ പൂർവകർമ്മങ്ങൾക്ക് അനുരൂപമായി എന്തെല്ലാം ഭവിക്കാനുണ്ടോ ഒക്കെ ഭവിച്ചോട്ടെ, എനിക്ക് പരാതിയില്ല. അത് മാറ്റാനും ഞാൻ അങ്ങയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഐ എം നോട്ട് ഗിവിംഗ് യു എനി ട്രബിൾ. ഒരു ബുദ്ധിമുട്ടും അങ്ങേക്ക് തരുന്നില്ല. എനിക്ക് ഇത്ര മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേഭി ത്വത്പാദാംബോരുഹയുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. ആ ഭഗവാന്റെ പാദകമലങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാവുക, അതിലൂടെ ഈ ജ്ഞാനമുണ്ടാവുക, ഈ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള സാമാന്യ സ്വഭാവത്തെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാവുക. എന്നിട്ട് ഈ ലോകത്ത് പൊതുവായി സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കും സംഭവിക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ട് വിശേഷമായിട്ട് സംഭവിച്ചതാണെന്ന് കരുതാതിരിക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് മാത്രമാണ് ഈ ദുഃഖം എന്നാണ് ഓരോരുത്തർക്കും തോന്നുക അല്ലെ. ഓരോ ദുഃഖം വരുമ്പോഴും എന്റെ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം, ഞാൻ അനുഭവിക്കുന്ന ദുഃഖം പോലെ വേറെ ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും കരുതും. അത് മൗഢ്യമാണ്, ഇത് ലോക സ്വഭാവമാണ്. മരണം എന്നുള്ളത് ഇവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവരും മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ മാത്രം ആരെങ്കിലും മരിച്ചപ്പോ എനിക്കിത് വന്നൂലോ എന്ന് പറഞ്ഞ് കരയുന്നത് ചിന്തിക്കാൻ കഴിവില്ലായ്മയാണ്, വിഡ്ഢിത്തരമാണ്. എനിക്കും ഇത് വരും, ഇതല്ല ഇതിന്റെ അപ്പുറത്തേയും വരും, എല്ലാവർക്കും വരും, ആർക്കും വരും. സോ ലൈഫ് എന്ന് പറഞ്ഞാലേ തന്നെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു യാത്രയാണ്. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നത്. എന്തും എപ്പോഴും സംഭവിക്കാം. ഈ ഒരു ജാഗ്രതയോടുകൂടി ഇരുന്നാൽ അൺഎക്സ്പെക്റ്റഡ് സംഭവിക്കുമ്പോൾ ഷോക്ക് അടിച്ച പോലെ ഞെട്ടില്ല. ചെറിയൊരു നഷ്ടത്തിന്റെ ആഘാതം ഉണ്ടാവും. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ട് എന്നേക്കുമായി പോവുകയാണെങ്കിൽ ആ ഒരു നഷ്ടം തന്നെയാണ്, നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്, അതിന്റെ ആഘാതം ഉണ്ടാവും. എങ്കിലും റിക്കവർ ചെയ്യാൻ ഈ വിവേകം സഹായിക്കും, പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ സ്വകൃതം ഭുജഃ, കംസൻ നല്ലൊരു ഗീതോപദേശം ചെയ്യണം ആർക്ക്? അനുജത്തിക്ക്. നമ്മുടെ ഹിരണ്യകശിപു ഇതുപോലൊരു ഉപദേശം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായി വധിച്ചതായിട്ടുള്ള സമയത്ത് അമ്മയായ ദിതിയും ഹിരണ്യാക്ഷന്റെ പത്നിയും 7 മക്കളും വല്ലാതെ വിലപിക്കുന്നതായിട്ടുള്ള സമയത്ത് ഹിരണ്യകശിപു തന്നെ അവരെ ഉപദേശിച്ച് പല കഥകളൊക്കെ പറഞ്ഞുകൊടുത്ത് അല്ലെ, ഒരു രാജാവിന്റെ മരണത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് ഒരു യമൻ തന്നെ ഒരു ബ്രഹ്മചാരി വേഷത്തിൽ വന്ന് ആ രാജാവിന്റെ പത്നിമാരെയും മറ്റൊക്കെ ഉപദേശിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് കുറെ ഗീതോപദേശങ്ങളും കൊടുത്ത് സമാധാനിപ്പിക്കുന്ന രംഗം നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അറിവില്ലാത്തവരൊന്നുമല്ല. ഇപ്പൊ രാവണൻ മഹാപണ്ഡിതനാണ് അല്ലേ, പക്ഷെ സ്വന്തം ജീവിതത്തിൽ ആ പാണ്ഡിത്യം കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇവര് മറ്റുള്ളവർക്ക് ഉപദേശിക്കാനൊക്കെ മിടുമിടുക്കന്മാരാണ് ഈ കംസനും രാവണനും അല്ലെങ്കിൽ ഈ ഹിരണ്യകശിപുവും ഒക്കെ. തങ്ങൾ ഉപദേശിക്കുന്ന കാര്യത്തെ അല്പമെങ്കിലും ജീവിതത്തില് സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതിനുള്ള അന്ധക്കരണ ശുദ്ധി അവർക്കില്ല. അതിനുള്ള സ്വയം വിമർശിക്കാൻ അല്ലെ ആത്മപരിശോധന നടത്താൻ ഉള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വാർത്ഥത കൊണ്ട്, മതം കൊണ്ട്, അഹങ്കാരം കൊണ്ട്. അതൊക്കെ കൂടെ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാ ശോചതം മഹാഭാഗൗ ആത്മജാൻ സുകൃതം ഭുജഃ. നിങ്ങളുടെ മക്കൾ
അവരുടെ കർമ്മഫലം ഭുജിച്ചതാണ്. അവരെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കൂ. ജന്തവോ ന സദാ ഏകത്ര. ഒരു ജന്തുക്കളും എപ്പോഴും ഒരിടത്ത് തന്നെ വസിക്കുക എന്നുള്ളത് ഇല്ല. ദൈവാധീനാഹ സദാ ആസതെ. സദാ എല്ലായ്പ്പോഴും ആസതെ ഇരിക്കുന്നത് എങ്ങനെയാ? ദൈവാധീന, ദൈവത്തിന് അധീനമായിട്ടാണ്. ദൈവശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ? ഒന്ന് വിധി, മറ്റത് കർമ്മം, അദൃഷ്ടം, ഈശ്വര നിശ്ചയം. അങ്ങനെ ദൈവാധീനമാണ്. നമ്മളൊന്നും സ്വതന്ത്രരല്ല, നമ്മൾ അതീതരല്ല, ദൈവത്തിന് അതീതരല്ല, നമ്മുടെ പൂർവകർമ്മങ്ങൾക്ക് അതീതരല്ല, നമ്മുടെ നിർഭാഗ്യങ്ങൾക്ക് അതീതരല്ല, ഈശ്വര നിയമങ്ങൾക്ക് അതീതരല്ല, അധീനരാണ്, അസ്വതന്ത്രരാണ്. ഓരോ ജീവന്മാരും അസ്വതന്ത്രന്മാരാണ്. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനുള്ള, ഞാൻ ഇത്രകാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും വെല്ലുവിളിക്കാൻ സാധിക്കുമോ? നമുക്കൊക്കെ പരസ്പരം ആശംസിക്കാം, സ്വയവും പ്രാർത്ഥിക്കാം. എനിക്ക് ദീർഘായുസ് തരണേ എന്ന് പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്കും ആശംസിക്കാം. ദീർഘായുഷ്മൻ ഭവ, ആയുഷ്മതി ഭവ എന്നൊക്കെ നമുക്ക് മറ്റുള്ളവരെ ആശംസിക്കാം. പക്ഷെ കൊടുക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മളുടെ ആയുസിന്റെ കാര്യത്തിലും നമുക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല. അപ്പോൾ ഇവിടെ എല്ലാം, ഈ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവാധീനമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദൈവാധീനമാണ്. അതുകൊണ്ട് ഒരു ജന്തുക്കളും എല്ലായ്പ്പോഴും ഒന്നിച്ചു ചേർന്നിരിക്കുക എന്നോ കുറെ കാലം ചിരകാലം ഇരിക്കുക എന്നോ ഇല്ല. ഈ തത്വം ഭാഗ്യവാന്മാരായ പുണ്യാത്മാക്കളായ നിങ്ങൾക്ക് അറിയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കാതിരിക്കൂ. നത്വം ശോചിതുമർഹസി അല്ലെ? ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ നത്വം ശോചിതുമർഹസി. അപ്പൊ അതിന് ഇനി പ്രാണികൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദേഹങ്ങൾക്കാണ് നാശം, ആത്മാവിനുള്ളതല്ല എന്ന് പറയാനായിട്ട് വീണ്ടും ഉപദേശം തുടരുകയാണ്. ഭുവി ഭൗമാനി ഭൂതാനി യഥാ യാന്തി അപയാന്തി ച നായമാത്മാ തഥൈതേഷു വിപര്യേതി യദൈവ ഭൂഃ. ഭുവി ഭൗമാനി ഭൂതാനി യഥാ യാന്തി അപയാന്തി ച നായമാത്മാ തഥൈതേഷു വിപര്യേതി യദൈവ ഭൂഃ. ഭുവി, ഈ ഭൂമിയില്, ഭൗമാനി ഭൂതാനി യഥാ യാന്തി അപയാന്തി ച. ഭൗമാനി ഭൂതാനി, ഭൗമങ്ങൾ എന്ന് പറഞ്ഞാല് ഭൂമിയിൽ നിന്ന് ഭവിച്ചതൊക്കെ ഭൗമങ്ങൾ, ഭൂമിയിൽ നിന്ന് ഉണ്ടായത്. ഭൗമാനി ഭൂതാനി യഥാ യാന്തി അപയാന്തി ച. യാന്തി വരുന്നു, അപയാന്തി പോകുന്നു, വരികയും പോവുകയും ചെയ്യുന്നു. അപ്പോ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള പലതും പൊങ്ങി വരുന്നു, പിന്നീട് കാണാതെയാവുന്നു. അതുപോലെ തന്നെ തഥാ, ഇപ്പോൾ യഥാ എന്ന് പറഞ്ഞിട്ട് തഥാ, യഥാ തഥാ ഏവം എന്ന അർത്ഥത്തിൽ ഇപ്രകാരം ന അയം ആത്മാ തഥാ ഏതേഷു വിപര്യേതി യദൈവ ഭൂഃ. അപ്പോ അതുപോലെ തന്നെയാണ് ഏതേഷു അയം ആത്മാ യഥാ ഭൂഃ ന വിപര്യേതി. ഏതേഷു എന്നുള്ളത് ഏതേഷു ദേഹേഷു, ദേഹങ്ങളെല്ലാം നശിക്കുമ്പോഴും അയമാത്മ, ഈ ദേഹത്തിനൊക്കെ ആശ്രയമായിരിക്കുന്ന ആത്മ, ഏതൊരാത്മാവിലാണോ ദേഹം നിലനിൽക്കുന്നത്, ആത്മാവിനെ ആശ്രയിച്ചാണ് ദേഹം നിലനിൽക്കുന്നത്, ദേഹത്തെ ആശ്രയിച്ചല്ല ആത്മാ നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ അയമാത്മാ ന വിപരീതി, വിപരീതാവസ്ഥയെ പ്രാപിക്കുന്നില്ല എന്ന് വെച്ചാൽ വരവും പോക്കുമില്ല. ആത്മാവിന് വരവും പോക്കുമില്ല, ദേഹങ്ങൾ വരുന്നു പോകുന്നു. യഥാ ഏവ ഭൂഹു, ഭൂഹു യഥാ, എപ്രകാരമാണോ ഭൂമിക്ക് വരവും പോക്കും ഇല്ലാത്തത്, ഭൂമിയിലുള്ള വസ്തുക്കൾ വരവും പോക്കും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് വൃക്ഷലതാദികളൊക്കെ വളർന്നു പൊങ്ങുന്നു, അതൊക്കെ അവസാനം ഭൂമിയിൽ തന്നെ ലയിക്കുന്നു. ഭൂമിക്ക് വല്ല മാറ്റമുണ്ടോ? ഭൂമിയിൽ നിന്നുണ്ടായത് ഭൂമിയിൽ നിലനിന്ന് ഭൂമിയിലേക്ക് തന്നെ ലയം പ്രാപിക്കുന്നു.
ഇനി ഭൂമിയിൽ നിന്ന് അല്ലെ മണ്ണുകൊണ്ട് എന്താ പറയുക, മൺപാത്രങ്ങൾ ഭൗമങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി ഈ ഭൂമി ശബ്ദം കൊണ്ട് എല്ലാ മെറ്റീരിയലും പെടും. സ്വർണത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നു, സ്വർണ്ണാഭരണങ്ങൾ നശിക്കുന്നു. സ്വർണം നശിക്കുന്നുണ്ടോ? അതുപോലെ മണ്ണിൽ നിന്ന് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു, ആ മൺപാത്രങ്ങൾ ഉടഞ്ഞു പോയാലും മണ്ണ് നശിക്കുന്നുണ്ടോ? മണ്ണിന് നാശമില്ല, മണ്ണാണ് ഇതിന് ആശ്രയം അല്ലെ. മൺപാത്രങ്ങൾക്ക് ആശ്രയം അതിന്റെ സത്യം മണ്ണാണ്. ആ മണ്ണ് മുമ്പുള്ളത് തന്നെ മൺപാത്രമായപ്പോഴും അതേ അളവ് തന്നെ ഉണ്ട്, ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല, പാത്രരൂപത്തിലാണെന്ന് മാത്രം അല്ലെ. മണ്ണിന്റെ ഭാരം നോക്കുമ്പോൾ മൺപാത്രങ്ങൾ അടക്കം കൂട്ടി തൂക്കി നോക്കണം, അപ്പൊ ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ മൺപാത്രം ഉടഞ്ഞാലും മണ്ണ് ശേഷിക്കും, മണ്ണിന് നാശമൊന്നുമില്ല. അപ്പോൾ ഭൗമങ്ങളായ ഭൂതങ്ങൾ ഭൂമിയിൽ നിന്നുണ്ടാവുന്നു, ഭൂമിയിലേക്ക് തന്നെ ലയിക്കുന്നു, ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെയാണ് ഈ ശരീരങ്ങളെല്ലാം ആത്മാവിൽ നിന്നുണ്ടായി, ആത്മാവിൽ നിലനിന്ന് ആത്മാവിലേക്കാണ് ലയിക്കുന്നത്. ആത്മാവിന് ഈ ജന്മമരണങ്ങളോ അല്ലെങ്കിൽ വിപരീത ഭാവങ്ങളോ ഇല്ല. ഭൂമിയെ പോലെ സ്ഥാവരമാണ് എന്നർത്ഥം. ഭൂമിയെ പോലെ സ്ഥിരമാണ്. ഇവിടെ ഭൂമി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ ഭൂമിയിൽ നിന്ന് എങ്ങനെയാണോ സ്ഥൂലങ്ങളായ പദാർത്ഥങ്ങൾ ഉണ്ടായി നശിക്കുമ്പോഴും ഭൂമിക്ക് മാറ്റമില്ലാത്തത്, ഭൂമിക്കൊരു കുറവും വരാത്തത്, അത്രയേ ഉള്ളൂ. അപ്പൊ ആത്മാവിന് നാശമില്ല എന്നുള്ള ആശയം കംസൻ എവിടുന്നൊക്കെയോ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതിപ്പതാ ഇവരെ ഉപദേശിച്ചു. തന്റെ കാര്യത്തിൽ ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ, തനിക്ക് നാശമില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ആ ശരീരി കേട്ടപാടെ കേൾക്കാത്ത പാതി സഹോദരിയുടെ തലമുടിക്ക് പിടിക്കുവോ, വാളെടുത്ത് വെട്ടാനോങ്ങുമോ? അപ്പൊ അത് തനിക്ക് വിശ്വാസമൊന്നുമില്ല. എവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുകുലത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ആള് വിദ്വാനൊക്കെയാണ്. അപ്പൊ അത് കോട്ട് ചെയ്ത് പറഞ്ഞു. നായമാത്മാ തഥാ ഏതേഷു വിപര്യേതി യഥാ ഏവ ഭൂഹു. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്നർത്ഥം. നത്വം ശോചിതും അർഹസി മാ ശോചതം മഹാഭാഗൗ. തുടർന്ന് യഥാ അനേവം വിദോ ഭേദോ യഥ ആത്മവിപര്യയഃ ദേഹയോഗവിയൗഗൗ ച സംസൃതിർന നിവർത്തതേ. യഥാ അനേവം വിദോ ഭേദോ യഥ ആത്മവിപര്യയഃ ദേഹയോഗവിയൗഗൗ ച സംസൃതിർന നിവർത്തതേ. യഥാ എപ്രകാരമാണോ അനേവം വിദഃ, അനേവം വിദഃ എന്ന് പറഞ്ഞാൽ ഏവം വിത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ അറിയുന്നവനാണ് ഏവം വിത്ത്. പരമാർത്ഥം അറിയുന്നവൻ ഏവം വിത്ത്, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ആശയം അതുപോലെ അറിയുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. അതിന്റെ ഓപ്പോസിറ്റാണ് അൻ ഏവം വിത്ത്, അനേവം വിത്ത്. ശരിയായ തത്വം അറിയാത്തവൻ എന്നർത്ഥം. ഏവം വിത്ത് അല്ലാത്തവൻ അനേവം വിത്ത്. തസ്യ എന്നുള്ള അർത്ഥത്തില് ഷഷ്ടി വിഭക്തിയാണ് ഇവിടെ. അനേവം വിദഃ അവന്. അപ്പോ വേണ്ട പോലെ ഈ പറഞ്ഞ ജ്ഞാനമില്ലാത്തവന് എന്തുണ്ടാകുന്നു? ഭേദഃ, ഭേദഭാവം ഉണ്ടാകുന്നു, ദേഹാദി ഭേദഭാവം ഉണ്ടാകുന്നു. എന്നിട്ട് യതഃ ആത്മവിപര്യയഃ, അത് നിമിത്തമായിട്ട് ആത്മാവിന് വിപരീത ഭാവന ഉണ്ടാകുന്നു. ആത്മാവിൽ ദേഹധർമ്മങ്ങളെ വിപരീതമായി ആരോപിക്കുന്നു. ഈ ദേഹവും ആത്മാവും തമ്മിലുള്ളതായിട്ടുള്ള ശരിയായ അറിവില്ല. അനേവം വിത്താണ്. നിത്യമായിട്ടുള്ളതാണ് ആത്മാ എന്നും അനിത്യമാണ് ദേഹമെന്നുള്ള അറിവിന് പകരം ആത്മാ അനിത്യമാണെന്ന് ധരിച്ചു പോകുന്നു. ശരീരമില്ലാതാവുന്നതോടുകൂടി ആത്മാവും നശിക്കുന്നു. അപ്പൊ ശരീരധർമ്മങ്ങളെ ആത്മാവിൽ ആരോപിക്കുന്നു. അതാണ് ദേഹയോഗ വിയോഗൗച്ച. ആത്മവിപര്യയഃ ദേഹയോഗ വിയോഗൗച്ച യതഃ. ഈ അറിവില്ലായ്മ കൊണ്ട് ഈ ദേഹത്തിൽ ഉണ്ടാകുന്നു. ദേഹയോഗ വിയോഗങ്ങൾ ആത്മാവിൽ ആരോപിക്കുന്നു. ദേഹം നശിക്കുമ്പോൾ ആത്മാ നശിക്കുന്നു, ദേഹം ജനിക്കുമ്പോൾ ആത്മാ ജനിക്കുന്നു. അതാണ് അയാളുടെ ബുദ്ധി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവണു? സംസൃതിഹി ന നിവർത്തതേ. അപ്പൊ അവന്റെ സംസാരത്തിന് നാശമുണ്ടാകുന്നില്ല. ഇത് എന്റെ ശരീരം നശിക്കുമ്പോൾ ഞാൻ നശിക്കുന്നു, എന്റെ പുത്രന്റെ ശരീരം നശിക്കുമ്പോൾ
എനിക്ക് നഷ്ടമുണ്ടാകുന്നു, എന്റെ പുത്രൻ നശിച്ചു എന്നൊക്കെയുള്ള ഈ ശരീരനാശങ്ങൾ തന്റെ വലിയ ദുഃഖത്തിന് കാരണമായി ഭവിക്കുന്നു. അങ്ങനെ ആ ദുഃഖത്തിന് പ്രതിവിധി ചെയ്യാനായിക്കൊണ്ട് പല പണിയെടുക്കും. അതില് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യലും അങ്ങനെയുള്ള പാപങ്ങളും ഒക്കെ വരും. അപ്പൊ എന്താവും, അത് നിരന്തരമായിട്ടുള്ള കർമ്മങ്ങളെ വളർത്തിക്കൊണ്ടേയിരിക്കും. ആ കർമ്മങ്ങൾ വളർത്തലാണ് സംസാരം. ഓരോ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം, വിത്തുകൾ സംഭരിച്ചുകൊണ്ടേയിരിക്കണം, പുതിയ പുതിയ വാസനകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അറിവുണ്ടെങ്കിൽ ഈ വാസന വളരില്ല. ദേഹം നശിക്കുമ്പോഴും ആത്മാ നശിക്കുന്നില്ല. അതുകൊണ്ട് നശിക്കുന്ന ദേഹത്തിനെ നശിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അത് എത്ര പ്രയത്നിച്ചാലും അത് നശിക്കും, നശിക്കാനുള്ളത് നശിക്കും. ജാതസ്യ ധ്രുവോ മൃത്യു. അപ്പൊ അതിന് പ്രതിവിധിയില്ലാത്തതാണ് അപരിഹാര്യ അർത്ഥേ, അല്ലേ? ശരീരം നശിക്കുക എന്നുള്ളത് പരിഹാരമില്ലാത്ത പ്രവൃത്തിയാണ്. അത് നശിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നശിക്കാത്ത ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പൊ രണ്ടർത്ഥത്തിലും ശരീരത്തെ അതിന്റെ പ്രാരബ്ധത്തിന് വിട്ട് ആത്മാവിന് നാശമില്ല എന്ന ബോധത്തോടുകൂടി നല്ല ഉറപ്പോടുകൂടി ഇരിക്കുന്നവർക്ക് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, കർമ്മവാസനകൾ വളർന്നു വരില്ല. എന്നാൽ ദേഹാഭിമാനികൾ, ദേഹമാണ് ആത്മാ എന്ന് കരുതുന്നവർ ദേഹനാശം തന്റെ നാശമായി കരുതുന്നു. അപ്പോൾ അതിന് പ്രതിവിധിയായി തന്റെ ദേഹത്തിന് ആരൊക്കെ നാശമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവോ അവരൊക്കെ ശത്രുക്കളായി കരുതി അവരെയൊക്കെ നശിപ്പിക്കേണ്ടവരാണെന്ന് കരുതുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഇത് കർമ്മവാസനകളെ വളർത്തി സംസാരം വളർത്തുന്നു. അപ്പൊ ഇതിപ്പോ തന്റെ കാര്യത്തിൽ അതൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. തനിക്ക് ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ 6-7 കുട്ടികളെ കൊന്നുകളയോ? അപ്പൊ തന്റെ കാര്യത്തിൽ അതൊന്നും വിശ്വാസമില്ല. ഇവരെ ഉപദേശിക്കണം. നിങ്ങളുടെ കുട്ടി മരിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ കരയൊന്നും വേണ്ട കേട്ടോ, കുട്ടിക്ക് നാശമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ കംസൻ ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങളുടെ 6 മക്കളെ ഞാൻ കൊന്നത്, അവര് മരിച്ചിട്ടില്ല, അവരുടെ ദേഹേ പോയിട്ടുള്ളൂ, അവരെവിടെ ഉണ്ട്. ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ആ പ്രോമിസിന് ഇപ്പൊ ആരാ ശരിക്ക് കാണിച്ചു കൊടുക്കുന്നത്, സാക്ഷാത്കരിക്കുന്നത്? ഭഗവാൻ. മഹാബലിയുടെ മക്കളായിരിക്കുന്ന 6 മക്കളെ തിരിച്ചു കൊണ്ടുവന്ന് അമ്മ പ്രസവിച്ച മക്കളായിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഈ കംസന്റെ ഉപദേശം, അയ്യോ ഏട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ, അല്ലേ? ഇതൊക്കെ ഏട്ടൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ സനാതനധർമ്മത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ളവർക്ക് അവരൊക്കെ ജനിക്കുമ്പോ തൊട്ട് കേൾക്കുന്നതാണ് ഇതെല്ലാം. അതിനാണ് ഈ ശ്രാദ്ധാദികളൊക്കെ നടത്തുന്നത്. മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ വീടുകളിൽ നടത്തുന്നത് കുട്ടികൾ കണ്ട് ഈ അറിവ് അവരുടെ ഉള്ളിൽ ഉറയ്ക്കാനാണ്. ആരും എന്താ പറയുക, ദേഹം മരിച്ചതോടുകൂടി അവരുടെ ഫുൾ സ്റ്റോപ്പ് അല്ല, അവർ എന്നേക്കുമായി ഇല്ലാതെയാവുന്നില്ല. അവരുടെ ആത്മാ എവിടെയോ ഉണ്ട്, അത് എവിടെയോ തുടരുന്നുണ്ട്. അതിന് നല്ല സദ്ഗതി ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള അറിവ് അങ്ങനെയുള്ള സംസ്കാരമുള്ള ഗൃഹങ്ങളിലെ കുട്ടികൾക്ക് ജന്മനാ തന്നെ വളർന്നു വരുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടും. അതിന് പ്രത്യേകിച്ചൊരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമേ ഇല്ല. അവരുടെ സംസ്കാരം തന്നെയാണ് വിദ്യാഭ്യാസം. വീട്ടിൽ കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇന്നിപ്പോ അതൊന്നും ഇല്ലാതായതോടുകൂടിയിട്ടാണ് ഇതൊക്കെ മന്ദബുദ്ധികളായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ആവുന്നത്. മറ്റത് നാച്ചുറലായിട്ട് എന്താ പറയുക, താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് പോലെ ഈ ആശയങ്ങൾ ഹൈന്ദവ കുടുംബങ്ങൾക്ക് സ്വതസിദ്ധമായിട്ട് അറിയാം. പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ വീട്ടിൽ ചെയ്യേണ്ട ആചരണങ്ങൾ ഉണ്ടായാൽ മതി. ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികളിതെല്ലാം കണ്ട് മനസ്സിലാക്കിക്കോളും. ഇനി സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അവരുടെ ഉള്ളിൽ ശ്രദ്ധ വളരുമ്പോഴാണ് അവർ ജിജ്ഞാസ വളർന്ന് ചോദിക്കുക. ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ് കാര്യം. നമ്മുടെ അച്ഛനോ മുത്തശ്ശനോ ഒക്കെ മരിച്ചു പോയാലും അവരുടെ ശരീരം മാത്രമേ നമ്മൾ ദഹിപ്പിച്ചു കളഞ്ഞിട്ടുള്ളൂ. അവരുടെ ആത്മാ നിരന്തരമാണ്, നിത്യമാണ്. അത് ചിലപ്പോൾ ഈ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, വഴിയിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുകയാണെങ്കിൽ അവർക്ക് പോകാനുള്ള വണ്ടിക്കൂലി കൊടുക്കണം, നമ്മൾ എത്തിച്ചേരാനുള്ള പാഥേയം നൽകണം. അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള മട്ടില് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് അറിയാം. ആത്മാ നിത്യഃ, ദേഹം നശ്വരം,
ദേഹം ദഹിക്കുന്നതും ശരീരം ശീർണിക്കുന്നതുമാണ്. ആത്മാന്ന് പറഞ്ഞാൽ ഒരിക്കലും അഭാവമില്ലാത്ത വസ്തു എന്നും കൂടി ആത്മശബ്ദത്തിൽ അർത്ഥമുണ്ട്. യഥാപ്നോതി യഥാദത്തെ യച്ചാത്തി വിഷയാനിഹ യസ്യാസ്തി സന്തതോ ഭാവഃ തസ്മാദാത്മേതി ഗീയതേ. ആത്മാ ഇതി ഗീയതേ, ഇതിനെ ആത്മാവെന്ന് വിളിക്കുന്നത്, ഗാനം ചെയ്യുന്നത് ഇന്ന ലക്ഷണങ്ങൾ കൊണ്ടാണ്. ആപ്പ് എന്നുള്ള ശബ്ദത്തിന് അർത്ഥങ്ങൾ ഒരുപാടാണ്. അല്ലെങ്കിൽ ആത്മാ, ആത്ത് എന്നുള്ള ശബ്ദവും മാ എന്നുള്ള ശബ്ദത്തിനും അർത്ഥങ്ങളാണ് പറഞ്ഞത്. യഥാപ്നോതി യഥാദത്തെ യച്ചാത്തി വിഷയാനിഹ യസ്യാസ്തി സന്തതോ ഭാവഃ, സന്തതഃ ഭാവഃ, ഇടമുറിയാത്ത ഭാവം, എക്സിസ്റ്റൻസ് യസ്യ അസ്തി, ഏതൊരു വസ്തുവിനുണ്ടോ അതാണ് ആത്മ. അപ്പൊ ആത്മാ എന്ന് പറഞ്ഞാൽ നാശരഹിതമായിട്ടുള്ള നിത്യമായിട്ടുള്ള വസ്തുവാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇത് ആപ്നോതി. ആപ്നോതി എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്നത്, വ്യാപ്നോതി. യഥാദത്തെ, ഏതൊന്നിലാണോ എല്ലാം ഉൾക്കൊള്ളുന്നത്, ആദാനം ചെയ്യുന്നത്. യച്ചാത്തി വിഷയാനിഹ, ഏതൊന്നാണോ എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിരുന്ന് വിഷയാൻ അത്തി, വിഷയങ്ങളെ അധിക്കുന്നത്, ഭുജിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ ജീവനായിരുന്നു കൊണ്ട് ഓരോ വിഷയങ്ങളെ അനുഭവിക്കുന്നതും ആ ആത്മാ തന്നെയാണ്. അങ്ങനെ സന്തതഭാവമുള്ള വസ്തു ഏതോ അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികളുടെ ഉള്ളിൽ ആ തത്വം ഉറയ്ക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തെ ഭയം ഉണ്ടാവില്ല, ജീവിതം നന്നാക്കാനുള്ള ധൈര്യവും ഉണ്ടാവും. കാരണം ഇന്നിവിടെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഈ ജന്മത്തിൽ പ്രയോജനമില്ലെങ്കിലും നമ്മുടെ ഭാവി പുണ്യം കൊണ്ട് ശോഭനമായിരിക്കും, സത്കർമ്മങ്ങൾ കൊണ്ട് സുഖം നൽകുന്നതായിരിക്കും. ഇപ്പൊ പാപം ചെയ്താൽ ആരെങ്കിലും നമുക്ക് ഭൗതികമായിട്ട് ചുറ്റുപാടുള്ളവരെയൊക്കെ പറ്റിക്കാൻ പറ്റിയാലും അവസാനം നമ്മൾ തന്നെയാണ് ഇതിന്റെ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. ഈ ലോകത്തിൽ അനുഭവിച്ചില്ലെങ്കിലും മറ്റു ലോകങ്ങളിൽ ചെന്നാൽ അനുഭവിക്കേണ്ടി വരും. ഈ കാര്യങ്ങൾ കുട്ടികൾക്കുള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ അവര് എന്താ പറയുക, പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സ്വയം പിൻവലിയും. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് പ്രചോദനവും ഉണ്ടാകും. കാരണം അവരുടെ അക്കൗണ്ടിൽ കിടക്കും, അക്യുമുലേറ്റഡ് ആയിട്ട് കിടക്കും, എവിടെ പോയാലും അത് കിട്ടും എന്നുള്ള ബോധ്യം ഉണ്ടാകും. അതുള്ളവരാണ് എന്താ പറയുക, ജീവിതത്തിൽ വിശ്വാസമുള്ളവരായി, ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി, മറ്റുള്ളവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരരായി, ആർക്കും ദ്രോഹം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുന്നവരായി, നല്ല ജനങ്ങളായി വാഴുക. കുട്ടികൾക്ക് ഈ ഒരു സംസ്കാരം നമ്മൾ കൊടുക്കേണ്ടതാണ്. അതിനാണ് വീടുകളിൽ ശ്രാദ്ധം, അമാവാസികളിലൊക്കെ ബലിയും മറ്റ് ദിവസങ്ങളിലൊക്കെ തർപ്പണാദികളും ഒക്കെ ചെയ്യുന്നതും കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് ഉപനയനം ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതും. അപ്പോൾ ദേഹയോഗ വിയോഗൗ ആത്മവിപര്യ അനേവം വിധ, അനേവം വിത്തിനാണ് ഈ പറഞ്ഞ ഭാവങ്ങളൊക്കെ ഉള്ളത്. അറിവില്ലായ്മ കൊണ്ട് ആത്മാവിനെ തെറ്റിദ്ധരിച്ച് നാശമുള്ളതാണെന്ന് കരുതി ദേഹയോഗ വിയോഗം ആത്മാവിന്റെ യോഗവിയോഗമാണെന്ന് കരുതുന്നു. അങ്ങനെ ക്രൂര കർമ്മങ്ങൾ ചെയ്ത് അവര് സംസാരത്തിൽ നിന്ന് കരകയറുന്നേയില്ല. അവര് വീണ്ടും വീണ്ടും കർമ്മവാസനകളെ വളർത്തുന്നു, സംസാരബന്ധനം തുടരുന്നു. തസ്മാത് ഭദ്രേ സ്വതനയാന്മയാ വ്യാപാദിതാനപി മാനുഷോചയതഃ സർവഃ സ്വകൃതം വിന്ദതേ അവശഃ. തസ്മാത് ഭദ്രേ സ്വതനയാന്മയാ വ്യാപാദിതാനപി മാനുഷോചയതഃ സർവഃ സ്വകൃതം വിന്ദതേ അവശഃ. തസ്മാത് അതുകൊണ്ട്, മുമ്പ് പറഞ്ഞ ലോജിക്കുകൾ കൊണ്ട്, ഭദ്രേ നല്ല മംഗളമായ ഗുണങ്ങളുള്ളവളെ, ശോഭനെ, കല്യാണി അർത്ഥത്തില് അനുജത്തിയെ വിളിക്കണം.
മയാ വ്യാപാദിതാനപി സ്വതനയാൻ മാനുശോച. മയാ വ്യാപാദിതാൻ, എന്നാൽ ആപത്തിനെ പ്രാപിക്കപ്പെട്ടവർ, എന്നാൽ കൊല്ലപ്പെട്ടവർ എന്നാണെങ്കിലും, അപി സ്വതനയാൻ, സ്വന്തം പുത്രന്മാരെ കുറിച്ച് മാ അനുശോച, അനുശോചനം വേണ്ട എന്ന് വെച്ചാൽ നിരന്തരം ദുഃഖിച്ചുകൊണ്ടേയിരിക്കേണ്ട, കരഞ്ഞുകൊണ്ടേയിരിക്കേണ്ട. മാ അനുശോച, എപ്പോഴും ദുഃഖിക്കാതിരിക്കൂ. യതഃ സർവഃ അവശഃ സ്വകൃതം വിന്ദതേ. യതഃ എന്തെന്നാൽ സർവഃ എല്ലാവരും തന്നെ, മരിച്ചവരും ആവട്ടെ ജീവിച്ചിരിക്കുന്നവരും ആവട്ടെ, അവശഃ സർവപ്രാണികളും അവശരാണ്, സ്വതന്ത്രരല്ല. എല്ലാവരും കർമ്മവശരാണ്, എല്ലാവരും ദൈവവശരാണ്, എല്ലാവരും പ്രാരബ്ധവശരാണ്, അസ്വതന്ത്രരാണ്. അതുകൊണ്ട് സ്വകൃതം വിന്ദതേ, സ്വകൃതം സ്വകർമ്മഫലത്തെ വിന്ദതേ പ്രാപിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. ആ കുട്ടികള് അവരുടെ കർമ്മഫലം അനുഭവിച്ചു. അവർക്ക് ഇങ്ങനെ മരിക്കാൻ യോഗമുണ്ട്, ജനിച്ച ഉടനെ മരിക്കുക എന്നുള്ളത് ഒരു യോഗമുണ്ട്. അവരതിനുള്ള കർമ്മമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവരെക്കുറിച്ച് വിഷമിക്കാതിരിക്കൂ സഹോദരി എന്ന് ആശ്വസിപ്പിക്കുകയാണ്. തസ്മാത് ഭദ്രേ സ്വതനയാൻ മയാ വ്യാപാദിതാനപി മാനുശോചയതഃ സർവഃ സ്വകൃതം വിന്ദതേ അവശഃ. ഇവിടെ ശരിക്ക് ഒരു സ്നേഹപൂർണനായ ഒരു ജ്യേഷ്ഠൻ, നല്ലൊരു ഗുരു, അല്ലേ, ഒരു പിതാവിന്റെ വാത്സല്യം, ഇതൊക്കെ പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ കംസന്റെ ഉള്ളിലുണ്ട്, ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥത, അജ്ഞാനം കൊണ്ടുള്ള സ്വാർത്ഥത, ഇത് വേണ്ട പോലെ അദ്ദേഹത്തില് ഉറച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്വാർത്ഥത വരുന്നത്. അപ്പൊ നമ്മളും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ വീണ്ടും പഴയ പടിക്ക് തന്നെയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കംസനും നമ്മളുമായിട്ട്. ഇതൊക്കെ കേൾക്കുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളുടെ ഉള്ളിലേക്ക് ഉറപ്പിച്ച് നമ്മുടെ പ്രവൃത്തിയിലേക്ക് അതിന്റെ വ്യത്യാസം വരണം. വെറും ഇൻഫർമേഷനായി ഉള്ളിൽ കളക്ട് ചെയ്യാതെ ഈ ഇൻഫർമേഷൻ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാവട്ടെ, നമ്മളെ മാറ്റിമറിക്കുന്നതാവട്ടെ. യാവദ്ധതോസ്മി ഹന്താസ്മീതി ആത്മാനം മന്യതേ അസ്വദൃക് താവത്തദഭിമാന്യജ്ഞോ ബാധ്യബാധകതാം ഇയാത്. യാവദ്ധതോസ്മി ഹന്താസ്മീതി ആത്മാനം മന്യതേ അസ്വദൃക് താവത്തദഭിമാന്യജ്ഞോ ബാധ്യബാധകതാം ഇയാത്. യാവത് എത്ര കാലത്തോളം, ഹതഃ അസ്മി ഞാൻ ഹനിക്കപ്പെടുന്നു, കൊല്ലപ്പെട്ടവനാകുന്നു എന്നും, അസ്മി ഹന്താ അസ്മി ഞാൻ ഹനിക്കുന്നവനാണ്, കൊല്ലുന്നവനാണ് എന്നുള്ള ഭാവവും, ഞാൻ കൊല്ലപ്പെടുന്നവൻ, ഞാൻ കൊല്ലുന്നവൻ, അല്ലെ, ഈ രണ്ട് ഭാവങ്ങൾ ആത്മാനം മന്യതെ തന്നെ കുറിച്ച് കരുതുന്നു. ആര്? അസ്വദൃക്. അസ്വദൃക് എന്ന് പറഞ്ഞാൽ സ്വദൃക്കല്ലാത്തവൻ. സ്വദൃക്ക് എന്ന് പറഞ്ഞാല് സ്വയം ദർശിച്ചവൻ, സ്വരൂപത്തെക്കുറിച്ച് അറിയുന്നവൻ. നമുക്ക് അർത്ഥമാണ്, സ്വന്തം സ്വരൂപം അറിയുന്നവൻ സ്വദൃക്ക്. അതിന്റെ ഓപ്പോസിറ്റ് അ എന്ന് പ്രിഫിക്സ് ചേർത്തപ്പോ വിപരീതമായി. അസ്വദൃക്, നസ്വദൃക്. ഹി ഡസ് നോട്ട് നോ വാട്ട് ഹി ഈസ്. സ്വയം അറിയുന്നില്ല താൻ ആരെന്ന്. അപ്പൊ താൻ ആരാണ് വാസ്തവത്തില്? താൻ ദേഹമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ? ഒന്നുമല്ല. അഹം ആത്മാ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം സച്ചിദാനന്ദ സ്വരൂപോഹം അഹം ബ്രഹ്മാസ്മി. ഇതാണ് സ്വദൃക്. എന്നാൽ അത് ഇല്ലാത്തവരാണ് അസ്വദൃക്, നസ്വദൃക്. തന്നെ അറിയാത്തവൻ, ആത്മാവിനെ അറിയാത്തവൻ എന്നർത്ഥം. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ, താൻ എന്താണ്, തന്റെ സ്വരൂപം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തവൻ, ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ട് തന്റെ ശരീരം ആരെങ്കിലും നശിപ്പിക്കുമ്പോൾ അഹം അഹം എന്താ പറയുക, ഹതഃ, അഹം ഹതഃ തേന ഹതഃ അഹം, അവനാൽ ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് ആരെങ്കിലും കാണിച്ചുകൊണ്ട് പറയുന്നു.
ഏതെങ്കിലും ശരീരം നമ്മളെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ ശരീരത്തെ നോക്കി അവൻ എന്റെ ഹന്താവാണെന്ന് പറയുന്നു. നമ്മൾ ഏതെങ്കിലും ശരീരത്തെ കൊല്ലുന്നുണ്ടെങ്കിൽ അഹം ഹന്ത എന്ന് അഭിമാനിക്കുന്നു. അപ്പൊ ഇതൊക്കെ വെറും ഈ ടൂൾസിലുള്ള അഭിമാനം മാത്രമാണ് അല്ലേ. ഉളിയും മഴുവും കത്തിയും ആയുധങ്ങളും ഒക്കെ പല പണിയെടുക്കുന്നുണ്ട്. ആ ആയുധങ്ങൾക്ക് സ്വയം അഭിമാനം വന്നാൽ എന്താ അവസ്ഥ? ആ ആയുധങ്ങൾക്ക് പിന്നെ പുണ്യപാപ ചിന്തകളൊക്കെ വരികയും അത് സ്വയം പറയും, അയ്യോ ഞാനിത് ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യും. എന്നെ കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല എന്ന് പല ആയുധങ്ങളും പറയും. അയ്യോ ഞാനിത് ചെയ്താൽ എനിക്ക് പുണ്യം ബാധിക്കും, പാപം ബാധിക്കും, ഞാൻ നരകത്തിൽ പോണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ആയുധങ്ങൾ പറയോ? ആയുധങ്ങൾക്ക് അഭിമാനമില്ല. അതുപോലെ ജഡമാണ് ഈ ദേഹം, വെറും ഒരു ടൂളാണ് ഇത് അല്ലെ. പല കലാകാരന്മാർക്കും അറിയാം. നൃത്തം ചെയ്യുന്നവരും അഭിനയിക്കുന്നവരും ആയിട്ടുള്ള പലരും പറയാറുണ്ട്, എന്റെ ശരീരം വെറും ഒരു ടൂൾ. അതങ്ങനെ അവർക്ക് ഉറക്കട്ടെ, അവർ പറഞ്ഞ് ആ ഒരു ബോധം ഉറക്കട്ടെ. ഞാൻ ഈ ശരീരമല്ല, ഇതെന്റെ ഒരു ടൂളാണ്, ഇതൊരു ടൂളാണ്. ഇതുകൊണ്ട് ഞാൻ പലതും ചെയ്യുന്നു. ആവശ്യം കഴിയുമ്പോൾ ഞാൻ അതുമായിട്ടുള്ള താതാത്മ്യം വിടുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ അതേ ആശയമാണ് അല്ലേ. നായം എന്താ അജോ നിത്യ ശാശ്വതോയം പുരാണം നാന്യതേ ഹന്യമാനേ ശരീരേ അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യത്തെ. അങ്ങനെയുള്ള പദങ്ങളിലൊക്കെ വരുന്നുണ്ട്. നഹന്ത നഹന്യതേ, ഇത് കൊല്ലപ്പെടുന്നുമില്ല, കൊല്ലുന്നുമില്ല. ഇതറിഞ്ഞ് ആത്മാവിനെ അറിയാൻ ശ്രമിക്കൂ എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ സഹോദരൻ കംസൻ സഹോദരിയോട് പറയുന്നത്. യാവത് ഹതോസ്മി ഹന്താസ്മീതി ആത്മാനം മന്യത്തെ അസ്വദൃക്ക്. അവനവനെ അറിയാത്തവൻ ആത്മാവിനെ കുറിച്ച് തന്നെക്കുറിച്ച് ഏവം മന്യത്തെ, ഇപ്രകാരം ഹതഃ അസ്മി ഹന്ത അസ്മി ഏവം മന്യത്തെ താവത് തദഭിമാനി. അത്ര കാലത്തോളം അതിൽ അഭിമാനിക്കുന്ന അജ്ഞഃ, അജ്ഞനാണവൻ, മൂഢനാണവൻ, ചിന്തിക്കാത്തവനാണ്. അങ്ങനെ അജ്ഞനായിട്ടുള്ളവൻ ബാധ്യബാധകതാം ഇയാത്, ബാധ്യബാധകതയെ പ്രാപിക്കും. ബാധ്യബാധകത എന്ന് പറഞ്ഞാല് കൊല്ലപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ ബാധിക്കപ്പെടുന്നവനാണ്. മറ്റൊരാളെ കൊല്ലുമ്പോൾ ബാധിക്കുന്നവനാണ് ബാധകത. മറ്റത് ബാധ്യത, മറ്റത് ബാധകത. വധം എന്നുള്ള ക്രിയയ്ക്ക് താൻ ബാധിക്കപ്പെടുന്നവൻ, മറ്റൊരാളാൽ വധിക്കപ്പെടുമ്പോൾ. മറ്റത് താൻ മറ്റൊരാളെ വധിക്കുമ്പോൾ തനിക്ക് ബാധകതയാണ്, താൻ മറ്റൊരാളെ വധിക്കുക എന്നുള്ള ഭാവം. അതാണ് ബാധ്യബാധകത. അപ്പൊ ഇങ്ങനെയുള്ള ഭോക്തൃത്വ കർത്തൃത്വ ഭാവമാണ് ബാധ്യബാധകത. ബാധ്യത എന്ന് പറഞ്ഞാൽ ഭോക്തൃത്വം, ബാധകത എന്ന് പറഞ്ഞാൽ കർത്തൃത്വം. ഇത് രണ്ടിനെയും പ്രാപിക്കും. ഞാൻ ആ പുണ്യപാപങ്ങളിലൊക്കെ, ഏത് കർമ്മങ്ങളിലൊക്കെ അഭിമാനം കൊണ്ട്, അഹങ്കാരം കൊണ്ട് അതെല്ലാം വീണ്ടും ആർജിച്ച് വീണ്ടും സംസാരിയായി തുടരും എന്ന് പൂർവ ശ്ലോകത്തോട് അനുബന്ധമായിട്ട് വ്യാഖ്യാനം. സ്വകൃതം അല്ലെ, എന്താ അവിടെ പറഞ്ഞ് സംസൃതിരുന്ന നിവർത്തത എന്ന് മുമ്പ് പറഞ്ഞു. ആ സംസൃതിരുന്ന നിവർത്തത എന്നുള്ളത് തന്നെയാണ് ബാധ്യബാധകതാം യാത്. ഇങ്ങനെയുള്ള കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയെ പ്രാപിക്കും. അത് അവന്റെ പുറകെ എന്താ പറയുക, ഈ ഭാണ്ഡവുമായിട്ട്, കർമ്മഭാണ്ഡവുമായിട്ട് അവന്റെ ജന്മങ്ങൾ തുടരും. യാവദ്ധതോസ്മി ഹന്താസ്മീതി ആത്മാനം മന്യതേ അസ്വദൃക്ക് താവത് തദഭിമാനി അജ്ഞഃ ബാധ്യബാധകതാം യാത്. അപ്പൊ ഇത് രണ്ടും, ഞാൻ കൊല്ലുന്നവൻ അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെടുന്നവൻ എന്നുള്ളതൊക്കെ അജ്ഞാനം കൊണ്ടുള്ള തോന്നൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ആത്മാവാണ് ഞാനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ കൊല്ലാൻ ആർക്കും സാധിക്കുകയില്ല. ആത്മാവിനാൽ മറ്റൊരു വസ്തുവിനെ കൊല്ലാനും സാധിക്കില്ല. കാരണം ഇവിടെ ഉള്ളതെല്ലാം നിത്യമായിട്ടുള്ള വസ്തുക്കളാണ്. ആത്മാവിന്റെ എന്താ പറയുക, സത്തയിൽ നിൽക്കുന്ന വസ്തുക്കളാണ്. ആത്മാവിനെ നശിപ്പിക്കാൻ ആവില്ല. ദേഹങ്ങളെയാണ്, അസത്തായ വസ്തുക്കളെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്.
അപ്പൊ വീണ്ടും ക്ഷമധ്വം മമ ദൗരാത്മ്യം സാധവോ ദീനവത്സലാഹ ഇത്യുക്ത്വാശ്രുമുഖഃ പാദൗ സ്യാലസ്വസ്രോഃ അദാഗ്രഹീത. ക്ഷമധ്വം മമ ദൗരാത്മ്യം സാധവോ ദീനവത്സലാഹ ഇത്യുക്ത്വാശ്രുമുഖഃ പാദൗ സ്യാലസ്വസ്രോരദാഗ്രഹീത. അവരെ സംബോധന ചെയ്യണു. സാധവഃ ദീനവത്സലാഹ, നിങ്ങള് സാധുക്കളല്ലേ, ദീനന്മാരോട് വാത്സല്യമുള്ളവരുടെ. ഇപ്പൊ ഞാനാണ് ദീനൻ, കംസൻ ദീനനാണ്. എന്തുകൊണ്ട്? കുറെ പാപം ചെയ്തതിന്റെ ദുരിതങ്ങൾ പേറുന്ന ദീനനാണ്. ആ ദീനനായ എന്നോട് പുണ്യാത്മാക്കളായ സാധുക്കളായ നിങ്ങൾ വാത്സല്യം കാണിക്കണം. അപ്പോ മമ ദൗരാത്മ്യം ക്ഷമധ്വം. എന്തായാലും അത്രയും തോന്നുന്നുണ്ട് ഇപ്പൊ തൽക്കാലം. എനിക്ക് എന്റെ ബുദ്ധി ദുഷിച്ചതായിരുന്നു. എന്റെ ദൗരാത്മ്യം എന്ന് പറഞ്ഞാൽ എന്റെ ദുഷ്ടസ്വഭാവം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാതെ പ്രവർത്തിച്ചു. ഞാനിപ്പോ പ്രസംഗിച്ചു, നിങ്ങൾക്ക് നല്ല ഉപദേശമൊക്കെ തന്നു, പക്ഷെ ഈ കാര്യം എന്റെ ബുദ്ധിയിൽ ഉണ്ടായിരുന്നില്ല. അത് എന്റെ ബുദ്ധി ദുഷിച്ചതായിരുന്നു. എന്റെ ബുദ്ധി സ്വാർത്ഥത കൊണ്ട്, അജ്ഞാനം കൊണ്ട് ദുഷിച്ചതായതുകൊണ്ട് ഇതൊന്നും അപ്പൊ തെളിഞ്ഞില്ല. അങ്ങനെ ഞാൻ അപരാധം ചെയ്തു, നിങ്ങളോട് പാപം ചെയ്തു, ദുഷ്ടകർമ്മം ചെയ്തു, ദൗരാത്മ്യം. അപ്പൊ എന്റെ ദുർബുദ്ധിയെ, എന്റെ ദുഷ്ടസ്വഭാവത്തെ മമ ദൗരാത്മ്യം ക്ഷമധ്വം, നിങ്ങൾ രണ്ടുപേരും ക്ഷമിച്ചാലും. ഇവിടെ ബഹുവചനത്തിലാണ് പറഞ്ഞത് ക്ഷമധ്വം എന്നുള്ളത്. ഇവിടെ സാധവഃ ദീനവത്സലാഹ എന്നുള്ളത് അവരെ ബഹുവചനത്തിൽ പറഞ്ഞതുകൊണ്ട് സാധുക്കൾ ദീനവത്സലരാണല്ലോ, നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ എന്നുള്ള ഒരു ജനറലൈസ് ചെയ്ത് സാധുക്കളും ദീനവത്സലരുമായിട്ടുള്ള നിങ്ങൾ എന്റെ ദൗരാത്മ്യത്തെ ക്ഷമിച്ചാലും. ഇങ്ങനെ ഇത്യുക്ത്വാ അശ്രുമുഖഃ, ഇങ്ങനെ പറഞ്ഞ് ആ പശ്ചാത്താപം പ്രകടിപ്പിക്കുന്ന രീതിയിൽ കണ്ണുനീരും വരുണ്ടായിരുന്നു. എന്തോ നല്ല ബുദ്ധി അദ്ദേഹത്തിന് അപ്പൊ തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അലിവുണ്ടായതുകൊണ്ടാണ് കണ്ണുനീർ വന്നത്. ഹൃദയം കഠിനമായിരിക്കുന്നവർക്ക് കണ്ണുനീർ വരില്ല. എന്തോ അതെന്താ? ദേവിയുടെ പാദം സ്പർശിച്ചതിന്റെ ബലം തന്നെ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. വധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ദേവിയുടെ പാദത്തിൽ സ്പർശിച്ചതും ദേവിയുടെ ദർശനം കിട്ടിയതും ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് തൽക്കാലം കുറച്ചൊരു ശുദ്ധി ഉണ്ടായി. അതുകൊണ്ട് ഹൃദയം ദ്രവിച്ചു, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അതാണ് അശ്രുമുഖഃ ഇത്യുക്ത്വാ. ഇങ്ങനെ പറഞ്ഞ് സ്യാലഃ സ്വസ്രോഹോ പാദൗ അദ അഗ്രഹീത്. ഇവിടെ സ്യാലൻ എന്നുള്ളത് കംസനെ സ്വയം പറഞ്ഞതാണ്. ഭാര്യ സഹോദരൻ എന്നുള്ള അർത്ഥത്തിലാണ് സ്യാലൻ പറയുക. അപ്പൊ ഇവിടെ വസുദേവരുടെ ഭാര്യയായ ദേവകിയുടെ സഹോദരനായ സ്യാലനായ കംസൻ സ്വസ്രോഹോ എന്ന് പറഞ്ഞാല് സഹോദരിയുടെയും സഹോദരി ഭർത്താവിന്റെയും രണ്ട് ദ്വിവചനമാണ്. സ്വസു സഹോദരി, അത് രണ്ടുപേരെ സൂചിപ്പിക്കാൻ സ്വസ്രോഹോ എന്ന് പറയും. സഹോദരിമാരുടെ എന്നും അർത്ഥം വരും, രണ്ടുപേരുടെ. ഇവിടെ സഹോദരിയുടെയും സഹോദരിയുടെ ഭർത്താവിന്റെയും രണ്ടുപേരുടെയും പാദൗ അഗ്രഹീത്, രണ്ടുപേരുടെ കാലുകളെയും മുറുക്കെ പിടിച്ച് നമസ്കരിച്ചു എന്നർത്ഥം. എന്റെ ദൗരാത്മ്യത്തെ നിങ്ങൾ ക്ഷമിച്ചാലും. സഹോദരിയുടെ 6 കുട്ടികളെ ഞാൻ കൊന്നു, 7ാമത്തെ പെൺകുട്ടി പറന്നുപോയി, നഷ്ടപ്പെട്ടു പോയി, ഒന്ന് അലസിയും പോയി. എല്ലാ കുറ്റവും എന്റെയാണ്. വേണ്ടതുപോലെ ചിന്തിച്ചില്ല. അന്ന് ഞാൻ വിവേകത്തോടുകൂടി അതിനെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, ഈ ആത്മതത്വം എന്റെ ഉള്ളിൽ ബോധിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നുവോ? എന്തായാലും എന്റെ പാപം നിങ്ങൾ പുറത്ത് എന്നെ ശപിക്കരുത്. എന്നെ ശപിച്ചാൽ ഞാൻ കൂടുതൽ നരകത്തിലേക്ക് പോകും. നിങ്ങളുടെ ശാപവും കൂടിയായാൽ, അല്ലേ, ഒന്നുകൂടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നോ പറയും പോലെയാവും. അതുകൊണ്ട് എന്നെ ശപിക്കരുത്. അതിനാണ് കാലിൽ വീഴുന്നത്. അപ്പോ അല്പനേരത്തേക്ക് ആത്മജ്ഞാനമുള്ളവനെ പോലെയാണ് കംസൻ പെരുമാറുന്നത്. മോചയാമാസ നികടാത് വിശ്രബ്ദഃ കന്യകാഗിര ദേവകീ വസുദേവം ച ദർശയൻ ആത്മസൗഹൃദം. മോചയാമാസ നികടാത് വിശ്രബ്ദഃ കന്യകാഗിര ദേവകീം വസുദേവം ച ദർശയൻ ആത്മസൗഹൃദം. അങ്ങനെ ആത്മസൗഹൃദം ദർശയൻ, തനിക്ക് ഇവരോടുള്ള സ്നേഹത്തെ നല്ലതുപോലെ പ്രകടിപ്പിച്ചുകൊണ്ട്
ബന്ധുക്കളോടുള്ള സഹോദരിയോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ദർശയന് കന്യകാഗിരാ വിസ്രബ്ദ, ആ കന്യകാദേവി പൊങ്ങി അല്ലേ, ആ യോഗമായാദേവി ആകാശത്തിൽ പൊങ്ങി നിന്ന് വാക്ക് പറഞ്ഞു. ആ ഗിര വാക്കുകൊണ്ട് വിസ്രബ്ദ, വിശ്വസിച്ചവനായിട്ട്, അയ്യോ ഇവർ നിരപരാധികളാണ് എന്ന് വിശ്വസിച്ചു. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ ഇവർ ചെയ്ത പ്രവൃത്തി ഒരു വഞ്ചന ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കംസൻ അറിഞ്ഞിട്ടില്ല. കംസൻ കന്യകാവാക്കിനെ വിശ്വസിച്ചു. എവിടെയോ ജനിച്ചിരിക്കുന്നു തന്റെ അന്തകൻ, ഇവര് നിരപരാധികൾ, പാവങ്ങൾ എന്നിങ്ങനെ വിചാരിച്ച് വിശ്രബ്ദ ആത്മസൗഹൃദം ദർശയന് എന്ത് ചെയ്തു? ദേവകിയും വസുദേവം ച നികടാത് മോചയാമാസ. ദേവകിയെയും വസുദേവരെയും, നികടം എന്ന് പറഞ്ഞാൽ ചങ്ങല, ചങ്ങലയിൽ നിന്ന് മോചയാമാസ, മോചിപ്പിച്ചു. പൂർണ്ണമായിട്ട് അവർക്ക് മോചനം കൊടുക്കുകയാണ്. തൽക്കാലം അവരെ കാരാഗൃഹത്തിൽ നിന്നും എല്ലാം മോചിപ്പിച്ചു എന്നർത്ഥം. അങ്ങനെ അവരോട് ക്ഷമാപണം ചെയ്തു. അപ്പൊ വസുദേവൻ അതിന് കംസനെ ആശ്വസിപ്പിക്കുകയാണ്. ഭ്രാതുസ്സമനുതപ്തസ്യ ക്ഷാന്ത്വാ രോഷം ച ദേവകീ വ്യസൃജത് വസുദേവശ്ച പ്രഹസ്യ തമുവാചഃ. ഭ്രാതുഃ സമനുതപ്തസ്യ ക്ഷാന്ത്വാ രോഷം ച ദേവകീ വ്യസൃജത് വസുദേവശ്ച പ്രഹസ്യ തമുവാചഃ. ഇവർക്ക് വാസ്തവത്തിൽ ആശ്വാസവുമായിട്ടുണ്ടാവും. കാരണം ആ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. യോഗമായാദേവി കംസന്റെ കൈകൊണ്ട് യശോദയുടെ കുട്ടി കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇവർക്ക് ആ കുറ്റബോധം ഉണ്ടായേനെ. അയ്യോ യശോദയുടെ കുട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ കൊല്ലാൻ കൊടുത്തൂലോ എന്നുള്ള ചിന്തയുണ്ടാവും. അതൊന്നും ഉണ്ടായില്ല, എന്താ കുട്ടി പറന്നു പോയതുകൊണ്ട്. അപ്പൊ ഒരു ആശ്വാസമുണ്ട്. ഇനി കംസൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ആശ്വാസം ഉണ്ടാവും. തൽക്കാലം ഇപ്പോൾ രക്ഷപ്പെട്ടു. പിന്നെ ഇതെല്ലാറ്റിനും കാരണക്കാരാരാണ്? ഈശ്വരനാണ്. അതെല്ലാം നേരെ കണ്ടതാ. ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു. ദേവി പ്രത്യക്ഷമായി ദർശനം കൊടുത്തു. ഒക്കെ ലീല, ഈശ്വരന്റെ ലീലയാണ് എന്ന് അറിയുന്നവർക്ക് പിന്നെ അതിൽ പിന്നെ അഭിമാനിക്കാനൊന്നുമില്ല, കുറ്റബോധം തോന്നേണ്ട ആവശ്യവുമില്ല. മുമ്പേ തന്നെ വസുദേവർ അങ്ങനെയുള്ള എല്ലാം ഈശ്വരന്റെ ലീലയാണെന്ന് അറിയുന്ന ആളാണ്. ഇപ്പൊ നേരിട്ട് കാണുകയും ചെയ്തു ഭഗവാന്റെ ലീല. ഭഗവാൻ തന്റെ പുത്രനായി അവതരിച്ച് വേഷം മാറി തന്നെ അവിടെ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞു. അതിനൊക്കെ വേണ്ട ഒരുക്കി കൊടുത്തു. ചങ്ങലകളൊക്കെ അഴിഞ്ഞു, കവാടങ്ങളൊക്കെ തുറന്നു. വഴിയില് ആദിശേഷൻ കൊട പിടിച്ചു, കാളിന്തി മാറിക്കൊടുത്തു. അവിടെ പോയപ്പോഴും എല്ലാം സുഖമായിരുന്നു. ഇതൊന്നും തങ്ങൾ ചെയ്യുന്നതല്ല, ഇതെല്ലാം ഈശ്വരനാണ് ചെയ്യുന്നത്. എല്ലാം അവരവരുടെ കർമ്മങ്ങളാണ് ഓരോരുത്തരും നേരിടുന്നത്. ഇതിൽ നമ്മൾ വിഷമിക്കാനൊന്നുമില്ല എന്നുള്ള ഭാവത്തില് വളരെ ശാന്തരായി ആശ്വാസത്തോടുകൂടെയും ആ കംസനും വസുദേവരും ദേവകിയും കംസനെ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് സമനുതപ്തസ്യ ഭ്രാതുഹു ക്ഷാന്ത്വാ. സമനുതപ്തൻ, സമ്യക് അനുതപ്തൻ. അനുതാപം എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം തന്നെയാണ്. അപ്പൊ നല്ലതുപോലെ പശ്ചാത്തപിക്കുന്നവനായ ആ ഭ്രാതുഹു, ഭ്രാതാവിനോട്, ഭ്രാതാവിന്റെ ആ ദുഷ്ടതയെ ക്ഷാന്ത്വ, ക്ഷമിച്ചിട്ട്, സഹോദരനോട് ക്ഷമിച്ചു. നല്ല ശുദ്ധഹൃദയരായതുകൊണ്ട് പെട്ടെന്ന് ക്ഷമിക്കും. സജ്ജനങ്ങൾ അങ്ങനെയാണ്. എത്ര അപരാധം ചെയ്താലും, എത്ര എന്തെല്ലാം അവരെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാലും, എന്തെല്ലാം പീഡകൾ കൊടുത്താലും സജ്ജനങ്ങള് പെട്ടെന്ന് ക്ഷമിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ ഒന്നും വെച്ച് നടക്കില്ല. കാരണം സർവഭൂതഹിതേരഥാഹ, എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരും, ആരെങ്കിലും തങ്ങളുടെ നേരെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അവരോട് സിമ്പതി തോന്നുകയും ചെയ്യും, അവരോട് കരുണ തോന്നും. അപ്പൊ ഇങ്ങനെ ക്ഷാന്ത്വ, ക്ഷമിച്ചിട്ട്, ദേവകി വസുദേവ ച രോഷം വിസൃജത്. ദേവകിയും വസുദേവരും അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള രോഷത്തെ അല്പമെങ്കിലും, കംസനോട് വിദ്വേഷമോ എന്തെങ്കിലും ശേഷിച്ചിരുന്നുവെങ്കിൽ അതിനെയും ഉപേക്ഷിച്ചു. എല്ലാം ഈശ്വരന്റെ ലീലയാണെന്ന് അറിയുമ്പോൾ ഇതെല്ലാം തന്നെ പോകും. ഇതില് കംസൻ കർത്താവാണ് എന്ന് വിചാരിച്ച് ആരോപിക്കാതിരുന്നാൽ മതി. എല്ലാം കംസൻ ചെയ്തതാണ് എന്ന് പറയുമ്പോഴാണ് കംസനോട് വിദ്വേഷം വരിക. ഇവിടെ കംസൻ തന്നെ പറയുന്നു, എല്ലാം ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിക്കുന്നു, എല്ലാവരും അവശരാണ്, ഞാനും ഇതൊക്കെ ചെയ്തു പോയി, എന്റെ പാപത്തിന്റെ ഫലം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ പാപം തോന്നും. അത് തന്നെയാണ് അവർക്കും തോന്നിയത്.
അങ്ങനെ രോഷം വിസൃജത്, രോഷത്തെ വിസർജിച്ചു, ഉപേക്ഷിച്ചു. പ്രഹസ്യ തം ഉവാച, ചിരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ മന്ദഹസിച്ചുകൊണ്ട്, എല്ലാം പൊറുത്ത ഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്, ഇതൊക്കെ തന്നെയല്ലേ ഞാനും മുമ്പേ പറഞ്ഞത് എന്ന് വസുദേവർക്ക് ഉള്ളില് തോന്നുണ്ടാവും. ആ ഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്, കാരണം ദേവകിയുടെ വിവാഹ സമയത്ത് കംസൻ ദേവകിയെ വധിക്കാൻ പുറപ്പെട്ടപ്പോ വസുദേവരും ഇതൊക്കെ തന്നെയാണ് കംസന് പറഞ്ഞത്. അപ്പ കംസൻ കേട്ടില്ലേ, ഇപ്പൊ കംസൻ അത് തന്നെ തിരിച്ചു പറഞ്ഞു. അപ്പോ ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ, ഞാൻ ഇതൊക്കെ തന്നെയല്ലേ അങ്ങയോടും പറഞ്ഞത് എന്ന് ഉള്ള ഭാവത്തില് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയണം. ഏവമേതത് മഹാഭാഗ യഥാവദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹം ധീഹി സ്വപരേതി വിദായതഃ. ഏവമേതത് മഹാഭാഗ യഥാവദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹം ധീഹി സ്വപരേതി വിദായതഃ. ഹേ മഹാഭാഗ, അല്ലയോ പുണ്യാത്മാവേ, പൂജ്യ. എന്താ കാരണം? ഇതൊക്കെ ഇപ്പൊ തലതിരിഞ്ഞ് തോന്നിയത് തന്നെ അദ്ദേഹത്തിന്റെ പുണ്യം കൊണ്ടാണ്, ഭാഗ്യം കൊണ്ടാണ്. ഇനിയും കൂടുതൽ പാപങ്ങൾ ചെയ്യാതിരിക്കൂ. ഇപ്പൊ അങ്ങേക്ക് തെളിവ് വന്നിട്ടുണ്ട്, ഭാഗ്യം, നല്ല തെളിവ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പുണ്യത്തെ അങ്ങ് കളയാതിരിക്കൂ എന്ന് പുണ്യാത്മാവേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പൊ പുണ്യം തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വിവേകം ഉണ്ടായത്. അപ്പൊ ഇത് നിലനിർത്താൻ വേണ്ടി തന്നെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. നേരെ മറിച്ച് അങ്ങോട്ട് ചീത്ത വിളിച്ചാലോ, ദുഷ്ട, മഹാപാപി, ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പൊ ന്യായീകരിക്കണോ, വഞ്ചക, കള്ള, അക്രമി എന്നൊക്കെ പറഞ്ഞാലോ എന്തായിരിക്കും? അയാളുടെ ഉള്ളിലുള്ള ആ ദുഷ്ട സ്വഭാവം വീണ്ടും പൊങ്ങി വരും. അയാള് തന്നെ നിന്ദിക്കുന്ന, താൻ ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടും ചങ്ക് പറിച്ചു കൊടുത്തിട്ടും ചെമ്പരത്തി പൂവാണെന്ന് പറയണോ എന്ന് ചോദിച്ചുകൊണ്ട് സഹോദരിയെയും ഭർത്താവിനെയും കൊല്ലാനായിട്ട് വീണ്ടും പുറപ്പെടും. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ദുഷ്ടത്തരം പുറത്തേക്ക് പ്രൊവോക്കഡ് ആവും. അപ്പൊ അത് പാടില്ല. അയാളെ കൂടുതൽ സാത്വികനാക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുണ്യാത്മാവേ എന്നാ വിളിച്ചത്, മഹാഭാഗ. എങ്ങനെയാണ് സജ്ജനങ്ങള്? അപ്പൊ വസുദേവര് നല്ലൊരു പുണ്യാത്മാവാണ്. അതുകൊണ്ട് കംസനെയും പുണ്യാത്മാവേ, ഏതത് ഏവം യഥാ വദസി, ഈ പറഞ്ഞത് ഏവം യഥാ വദസി, നീ എപ്രകാരമാണോ പറയുന്നത്, ദേഹിന, അത് അങ്ങനെ തന്നെയെന്ന് അർത്ഥം. യഥാ വദസി, ആസ് യു ടോൾഡ്. ഏതദേവമേവ, അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കണം. ഏതത് ഏവം യഥാ വദസി, ഈ കാര്യങ്ങള് ഇപ്രകാരം തന്നെയാണെന്ന് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ, അങ്ങ് പറഞ്ഞതിന് യാതൊരു മാറ്റമില്ല. ഐ അഗ്രി വിത്ത് യു. അങ്ങനെ ആ ഒരു എന്താ പറയുക, കംസൻ പറഞ്ഞതിനെയൊക്കെ അംഗീകരിക്കുകയാണ്, അത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതിന് യാതൊരു വിരോധവും പറയുന്നില്ല. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണെന്നും അതിൽ സൂചന. അപ്പോ അഹന്തീഹി അജ്ഞാനപ്രഭവ യതഃ സ്വപര ഇതി ബിദാ. ഇവിടെ അഹംദീഹി, അഹംബുദ്ധി, ദേഹത്തിലുള്ള അഹങ്കാരം, ദേഹമാണ് ഞാനെന്നുള്ള ഭാവമാണ് അഹങ്കാരം. അത് അജ്ഞാനപ്രഭവ, അറിവില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എന്ത് ബിദാ, ബിദാ എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി. സ്വപര ഇതി, സ്വപരാ, സ്വകീയം പരകീയം, ഇതെന്റേത്, ഇത് മറ്റവന്റേത് എന്നിങ്ങനെ താനെന്നും അന്യനെന്നും ഉള്ളതായിട്ടുള്ള ഭേദഭാവം. അതാണ് സ്വപരായിതി വിദാ, ഭേദഭാവം. അഹംബുദ്ധി കൊണ്ടാണ്, അജ്ഞാനപ്രഭവമായ അഹംബുദ്ധി കൊണ്ടാണ്, അജ്ഞാനത്തിൽ നിന്നുണ്ടായ ദേഹത്തിലുള്ള ആത്മബോധം കൊണ്ട് മറ്റൊരാളുടെ ദേഹത്തെ വേറെയായി കാണുന്നു, തന്റെ ദേഹം വേറെ. അപ്പൊ തന്റെ ദേഹത്തിന് സുഖം നൽകുന്നതൊക്കെ തന്റേത്, മറ്റത് അവന്റേത്. ഇങ്ങനെ സ്വകീയം പരകീയം എന്നുള്ള ഭേദഭാവം അജ്ഞാനം കൊണ്ടുള്ളതാണ്. മുമ്പ് അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് എന്താ പറയുക, കംസനുമായിട്ട് യോജിച്ച് അദ്ദേഹത്തെ വേഗം ശാന്തനാക്കുന്നു. അധികം സംസാരിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇപ്പോ കൂടുതൽ സംസാരിച്ചാൽ അറിയാതെ സത്യം എങ്ങനെയെങ്കിലും പുറത്തു വന്നു പോയാലോ, അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ അറിയാതെ വായിൽ വരും ശുദ്ധഹൃദയന്മാർക്ക്. അതുകൊണ്ട് മൗനം വിദ്വാന ഭൂഷണം.
കഴിയുന്നത്ര വേഗം കാര്യങ്ങൾ ഒതുക്കിയിട്ട് അവിടുന്ന് രംഗം വിടുക എന്നുള്ളതാണ് ബുദ്ധി. അപ്പൊ ഇപ്പൊ അയാൾ നല്ല മൂഡിലാണ്, മൂഡ് മാറ്റണ്ട, വേഗം അയാളെ പറഞ്ഞേക്കുക. നമ്മളെയും ഇപ്പൊ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്, വേഗം നമുക്ക് നമ്മുടെ വഴി നോക്കാം എന്നുള്ള ചിന്തയുണ്ടാവും. അപ്പോ ശോകഹർഷഭയദ്വേഷലോഭമോഹമദാന്വിതാഃ മിഥോഗ്നന്തം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശഃ. ശോകഹർഷഭയദ്വേഷലോഭമോഹമദാന്വിതാഃ മിഥോഗ്നന്തം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശഃ. ഇപ്പോ ശോകം, ഹർഷം, ഭയം, ദ്വേഷം, ലോഭം, മോഹം, മദം ഇതൊക്കെ കൂടിയവർ അന്വിതാഹ. ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ആരിലാണോ ഉള്ളത്, ഈ ദുഷ്ട സ്വഭാവങ്ങളൊക്കെ ആരിലാണോ ഉള്ളത്, അവര് എങ്ങനെയുള്ളവരാണ്? അവര് പൃഥഗ്ദൃശ, ഭേദഭാവനയുള്ളവരാണ്. പൃഥക്, വേറെ വേറെ ദർശിക്കുന്നവർ, എന്റേതും അന്യന്റേതും എന്നുള്ള പൃഥക് ബുദ്ധിയുള്ളവരാണ്. അങ്ങനെ അവര് ഭാവൈഹി മിതഃ ഗ്രന്ഥം, അവരുടെ ഈ പറഞ്ഞ ഭാവങ്ങൾ, ഈ പറഞ്ഞ ദുഷിച്ച ഗുണങ്ങൾ കൊണ്ട് അത് ഹൃദയത്തിൽ വികാരങ്ങളായി പ്രകടമായിട്ട് മിതഃ ഗ്രന്ഥം ഭാവം ന പശ്യന്തി, അന്യോന്യം ഹനിക്കുന്നു. അങ്ങനെ ഭാവം ന പശ്യന്തി, യഥാർത്ഥ ഭാവത്തെ കാണുന്നില്ല. പരസ്പരം കലഹിക്കുന്നവരും യുദ്ധം ചെയ്യുന്നവരും ഹനിക്കുന്നവരും ഒക്കെ ആയിട്ട് എന്താണ് യഥാർത്ഥം, ഉള്ളിലുള്ളത് എന്താണ്, സത്യം എന്താണ് എന്നുള്ളത് ന പശ്യന്തി, ഭാവം ന പശ്യന്തി. അപ്പൊ ഇവരുടെ ഓവറായിട്ടുള്ള എന്താ പറയുക, കലുഷിതമായ മനസ്സുകൊണ്ട് പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ ആശ്രയമായിരിക്കുന്ന വസ്തുവിനെ, ആത്മാവിനെ ദർശിക്കുന്നില്ല. ആത്മദർശനത്തിൽ മാത്രമേ ഭേദഭാവങ്ങൾ അസ്തമിക്കുകയുള്ളൂ, യുദ്ധങ്ങൾ അവസാനിക്കുകയുള്ളൂ, കലഹങ്ങൾ ഇല്ലാതാവുകയുള്ളൂ. അപ്പോ ഭാവത്തെ ദർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ, ഉണ്മയെ കാണുന്നില്ല, ആത്മാവിനെ കാണുന്നില്ല. എന്തുകൊണ്ട്? ഈ പറഞ്ഞ പൃഥക് ഭാവങ്ങളെ കൊണ്ട്, ഇമോഷൻസ് ഓവറായിട്ട്. ഏതൊക്കെ ഇമോഷൻസ്? ശോകം, ഹർഷം, ഭയം, ദ്വേഷം, ലോഭം, മോഹം, മദം. എന്താണ് ശോകം എന്ന് പറഞ്ഞാല്? ഇഷ്ടപദാർത്ഥങ്ങൾ നശിക്കുമ്പോണ്ടാകുന്നതാണ് ശോകം. നമുക്ക് പ്രിയപ്പെട്ട വസ്തുക്കളോ ആളുകളോ നമ്മളെ വിട്ട് നശിച്ചു പോകുമ്പോഴോ വിട്ടുപോകുമ്പോഴോ ഉണ്ടാകുന്നതാണ്, നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ശോകം. ഹർഷം എന്ന് പറഞ്ഞാലോ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വന്നു ചേരുമ്പോണ്ടാകുന്നത് ഹർഷം. ആളുകളാവാം, വസ്തുക്കളാവാം, ഇഷ്ടപ്രാപ്തി ഉണ്ടാകുമ്പോൾ ഹർഷം, സന്തോഷം. പിന്നുള്ളത് ഭയം. ഇഷ്ടവസ്തുക്കൾ നശിക്കുമോ എന്നുള്ള ആങ്സൈറ്റി തന്നെയാണ് ഭയം. കയ്യിലുള്ളത്, പ്രിയപ്പെട്ടത് നശിക്കുമോ എന്നുള്ളത് ഭയം. ഇനി ഇഷ്ടത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാലോ അവരോട് ദ്വേഷം. തനിക്ക് പ്രിയപ്പെട്ടതിനെ ആരെങ്കിലും അകറ്റുകയാണ്, തന്നിൽ നിന്ന് ഇടയിൽ കയറി നിൽക്കുകയാണ് തടസ്സമായിട്ട്. അപ്പൊ അവരോടുണ്ടാവുന്നതാണ് ക്രോധം അല്ലെങ്കിൽ ദ്വേഷം മുതലായിട്ടുള്ള വികാരങ്ങൾ. പിന്നെ ലോഭം. ലോഭം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ലഭിച്ചു, പക്ഷെ എത്ര കിട്ടിയാലും മതിയാവായിക, തൃപ്തിയില്ലായ്മ, വർദ്ധിച്ച് വർദ്ധിച്ച ഗ്രീഡ്, അതാണ് ലോഭം. മോഹം എന്ന് അറിവില്ലായ്മയാണ് മോഹം. ശരിയായ കാര്യങ്ങൾ വേണ്ട പോലെ ഊഹിച്ചറിയാനുള്ള കഴിവില്ലായ്മ, വിവേകമില്ലായ്മ, മൂഢതയാണ് മോഹം, ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ. അതുപോലെ മദം എന്ന് പറഞ്ഞാൽ ഗർവം. എന്തിലൊക്കെ? ശരീരത്തിന്റെ ആരോഗ്യത്തില്, യൗവനത്തില്, സൗന്ദര്യത്തില്, സ്ഥാനമാനങ്ങളില്, ധനത്തില്, ബന്ധുബലത്തില്, അല്ലെ? അങ്ങനെ പലതും തനിക്ക് വന്നു ചേരുമ്പോ വിദ്യ കൊണ്ട് ഒക്കെ ഉണ്ടാകുന്നതാണ് മദം, ഗർവം. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഭേദബുദ്ധി വർദ്ധിപ്പിക്കുന്നതാണ്. ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടോ അത് കൂടുതൽ ഭേദഭാവന ഉണ്ടാക്കും. വിദ്യാമതം വർദ്ധിച്ചിരിക്കുന്ന ഒരാളെ അയാൾക്ക് അറിവില്ലാത്ത ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സഹിക്കില്ല, അയാൾ കോപിക്കും. ധനികനായിട്ടുള്ള ഒരാളെ പിശുക്കനെന്നോ പിച്ചക്കാരനെന്നോ വിളിച്ചാൽ സഹിക്കുമോ? അപ്പോ ഇങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള അഭിമാനങ്ങളുണ്ട്. ഈ പറഞ്ഞ ഭേദഭാവന ഉറച്ചിരിക്കുന്നവരാണ്. അപ്പോ അവര് പരസ്പരം ആ വികാര തള്ളിച്ച കൊണ്ട് പലതും പ്രവർത്തിക്കുന്നു. ആ സമയത്ത് അവർക്ക് വിവേകം ഇല്ലാത്തത് കൊണ്ട് ഈ ഉള്ളിലുള്ള വസ്തുവിനെ, ഭാവത്തെ ന പശ്യന്തി, ആത്മാവിനെ ദർശിക്കുന്നില്ല.
ഈശ്വരനെ ദർശിക്കുന്നില്ല എന്നൊക്കെ അർത്ഥം. അതുകൊണ്ടാണ് ഈ കലഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ശാന്തരായിട്ട് ഉള്ളിലുള്ള ആത്മാവിനെ, ഈശ്വരനെ, ഏകമായ പരമസത്യത്തെ ദർശിക്കാൻ ശ്രമിക്കാം. സത്യം പരം ധീമഹി. ആ സത്യദർശനം കൂടെ ഉണ്ടായാൽ നമുക്ക് ഈ പറഞ്ഞ ബാധകളൊന്നും കൂടില്ല. നമ്മുടെ മേലെ ഈ ബാധകൾ ആവേശിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് കലഹിക്കുന്നത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശോകഹർഷഭയദ്വേഷലോഭമോഹമദാന്വിതാഃ മിഥോഗ്നന്ദം ന പശ്യന്തി ഭാവൈർഭാവം പ്രദഗ്ധശഃ. ശ്രീശുക ഉവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതോ വിശദ്ഗൃഹം. ശ്രീശുക ഉവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതോ വിശദ്ഗൃഹം. ഇപ്പോ ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ്. ഇത്രയും നേരം വസുദേവരുടെ വാക്കുകളാണ് പറഞ്ഞത്, പിന്നെ ശുഖബ്രഹ്മർഷിയുടെ വാക്കുകൾ. ഏവം പ്രസന്നാഭ്യാം ദേവകീ വസുദേവാഭ്യാം. ഇപ്പൊ ഇങ്ങനെ കംസന്റെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരഭാഷ കൊണ്ടും വിനയം കൊണ്ടും എല്ലാം കൊണ്ടും ഇവരെ പ്രസാദിപ്പിച്ചു. അങ്ങനെ പ്രസന്നരായി തീർന്നു രണ്ടുപേരും. ദേവകീ വസുദേവന്മാർ രണ്ടുപേരും പ്രസാദിച്ചിരിക്കുകയാണ്. ശരിയാണ്, അവർക്ക് പ്രസാദം ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. ഭഗവാനെ തന്നെ പുത്രനായിട്ട് കിട്ടിയ ആ ഓർമ്മ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. യോഗമായാദേവി വന്നു, ആ കുട്ടി കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട ആകാശത്തിൽ അഷ്ടബാഹുവായി ദർശനം കൊടുത്തു. അതിന്റെ സന്തോഷം ഉള്ളിലുണ്ട്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞതെല്ലാം മറക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെ ഇപ്പോഴുള്ള കംസന്റെ ഈ ഒരു ഭാവമാറ്റത്തിലും അവർ സന്തുഷ്ടരായി. അങ്ങനെ പ്രസന്നരായിരിക്കുന്ന ദേവകീ വസുദേവാഭ്യാം ഏവം വിശുദ്ധം ഭാഷിതഃ. ഇങ്ങനെ വിശുദ്ധമായിട്ടുള്ള രീതിയിൽ ഭാഷണം ചെയ്തവനായിട്ടുള്ള കംസഃ അനുജ്ഞാതഃ ഗൃഹം അവിശത്. അനുജ്ഞാതഃ എന്ന് പറഞ്ഞാൽ യാത്രാനുമതി നൽകപ്പെട്ടവനായിട്ട്. ദേവകിയും വസുദേവരും ആ സഹോദരനെ ആശ്വസിപ്പിച്ചയച്ചു. അങ്ങ് പൊക്കോളൂ, സമാധാനമായിട്ട് പോയി കിടക്കൂ, എല്ലാം സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു, എല്ലാം നല്ലതിന്, എല്ലാം ഈശ്വര നിശ്ചയം, തിരിച്ചു പോകൂ, സുഖമായി ഉറങ്ങൂ, ഒന്നും ഭയപ്പെടാതെ പോയി കിടക്കൂ എന്ന് പറഞ്ഞ് രാത്രിയാണ്, പാതിരാത്രിയാണ് അല്ലേ, ഇനിയും പുലരാൻ എത്രയോ നേരമുണ്ട്. അപ്പോ അയച്ചു. അങ്ങനെ അനുജ്ഞാതനായി ഗൃഹം അവിശത്. കംസൻ തന്റെ ഗൃഹത്തെ, അന്തഃപുരത്തെ പ്രാപിച്ചു. ദേവകീ വസുദേവന്മാരെ തിരിച്ചും പോയിട്ടുണ്ടാവും അവരുടെ ശൂരസേന രാജധാനിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഗൃഹത്തിലേക്ക്. പിന്നീട് രാത്രി കഴിഞ്ഞു, നേരം പുലരുകയാണ്. പുലരുന്നതിന് മുമ്പേ തന്നെ തന്റെ മന്ത്രിമാരെയൊക്കെ കംസൻ വിളിച്ച് അറിയിക്കണു, വേഗം വരൂ, ഒരുപാട് കാര്യങ്ങൾ നടന്നുകൂടെ, സംഭവ വികാസങ്ങൾ ഉണ്ടായി, ഒന്ന് ചർച്ച ചെയ്യണമെന്ന്. അവരെല്ലാം വന്നു. ഇനി അവരുടെ ഉപദേശങ്ങളാണ് കാണാനിരിക്കുന്നത്. അത് നമുക്ക് ഇന്ന് വൈകുന്നേരം ഞാനിവിടെ ഉണ്ടെങ്കിൽ നോക്കാം. ചില പരിപാടികളുണ്ട്, പരിപാടി ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ നാളെ നോക്കാം. നാളെ കോട്ടയത്തൊരു പ്രോഗ്രാമിന് ക്ഷണമുണ്ട്. ഒരു ആശ്രമത്തിന്റെ 50-ാം വാർഷികം. അവിടെ യതിപൂജയും മറ്റുമൊക്കെ ഉണ്ട്. പോണോ പോണ്ടേന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം മറ്റക്കര ശ്രീരാമകൃഷ്ണ ആശ്രമം. നോക്കട്ടെ, തീരുമാനം എടുത്തിട്ടില്ല. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പം എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് പറ്റിയ ക്ലാസ് എടുക്കാം. ഈ അധ്യായം തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്.